ലത പലതും ആലോചിച്ചിരുന്നു. ഉറക്കം തൂങ്ങി. അവിടെ ഇരുന്നു ചരിഞ്ഞു മയങ്ങി. ഹോസ്പിറ്റലിൽ ബോധം തെളിഞ്ഞു. സജീവ് ഡോക്ടറോട് പറഞ്ഞു, "ഡോക്ടറെ, ഞാൻ വീണതല്ല." ഡോക്ടർ അത് കേട്ട് ഞെട്ടി. "അവൾ ലത അടിച്ചു. തലയിൽ മുറിവുണ്ടായത് അങ്ങനെയാണ്. അവളെ തൂക്കിക്കൊല്ലണം. അവൾ കൊലപാതകിയാണ്. ഭർത്താവായ എന്നെ തലയ്ക്ക് അടിച്ചവൾ വീട്ടുവേലയ്ക്ക് നിൽക്കുകയാണ്. അവൾ അവരെയും കൊല്ലും. അവരെ രക്ഷിക്കണം. അവളെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം." അയാളുടെ ബോധം നശിച്ചു. അയാൾ മരിച്ചു. ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ വിവരറിയിച്ചു. പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. പെൺപോലീസും ആൺപോലീസും ഉണ്ടായിരുന്നു. അവരുടെ ബൂട്ടിൻ്റെ ശബ്ദം കേട്ട് റാംമോഹൻ ഉണർന്നു. സുമ പേടിച്ച് വിറച്ചു. ലത തലയിൽ പുതപ്പ് മൂടി മറഞ്ഞിരുന്നു. തുകിന വാതിൽ തുറന്നു. പോലീസ് അകത്ത് കയറി. "ലത എന്ന വേലക്കാരി ഇവിടെ ഉണ്ടോ?" "ഉണ്ടല്ലോ. സജി മരിച്ചു. ലത കൊന്ന മരണമൊഴി കേട്ടിട്ട് അവളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്." "അയാൾ കുടിയനാണ്. വെറുതെ ലത ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതാവും. പാവമാണവൾ," തുകിന പറഞ്ഞു. "മരണമൊഴി കള്ളമാകില്ല. അവളെ കാണിച്ചതാ കൊച്ചേ." പെൺപോലീസ് അകത്ത് കയറി. സുമ ലതയെ വിളിച്ചു. ലതയെ കണ്ടില്ല. അവൾ ഓടിക്കാണും. കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി. മൂലയ്ക്ക് പുതച്ചിരുന്ന ലതയെ പെൺപോലീസ് കണ്ടുപിടിച്ചു. അവർ കയ്യിലിരുന്ന ലാത്തിയെടുത്ത് ഓങ്ങി അടിച്ചുകൊണ്ട് ചോദിച്ചു, "വിളിച്ചാൽ അനക്കമില്ലാതെ പുതച്ചിരിക്കാൻ നീ ആരാടി? ഒരിടത്തുമില്ലാത്ത കാര്യമാണല്ലോ. പോലീസ് വരുമ്പോൾ ഭർത്താവിനെ അടിച്ചു കൊന്നിട്ട് പുതച്ചിരിക്കുകയാണ് അല്ലടി അമ്പടി." അവർ ലതയുടെ കവിളത്ത് ആഞ്ഞടിച്ചു. സുമ പറഞ്ഞു, "അയ്യോ, അടിക്കല്ലേ." അത് കണ്ട് ലത പറഞ്ഞു, "ചേച്ചിയുടെ കണ്ണിൻ്റെ മുമ്പിലിട്ട് എന്നെ തല്ലല്ലേ. ഞാൻ ആരെയും കൊന്നിട്ടില്ല." "നീ കൊന്നിട്ടില്ല. നീ അടിച്ച് അപ്പം ചത്തു. അത്രേ ഉള്ളൂ. വാടി ഇവിടെ." ലതയെ അവർ വലിച്ചടുപ്പിച്ച് കൊണ്ട് ചോദിച്ചു, "കണ്ടാൽ പാവം. ബാക്കി അവിടെ ചെന്നിട്ട് തരാം. നിനക്കിനി അടിയെണ്ണാം." "അയ്യോ, എനിക്ക് ജയിലിൽ കിടക്കണ്ട. കൊല ചെയ്യുമ്പോൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം. എനിക്ക് പേടിയാണേ അമ്മമാരെ. എന്നെ വെറുതെ വിടണേ. എൻ്റെ കാല് ഒടിഞ്ഞു. അയാൾ എറിഞ്ഞു. എന്നെ വെറുതെ വിടണേ." ഒന്നും കേൾക്കാതെ വനിതാ പോലീസ് അവളെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. "ചേച്ചി, ചേച്ചി." അവൾ കരഞ്ഞുകൊണ്ട് ജീപ്പിൽ നിന്ന് വീണു. "അയ്യോ, അയ്യോ." ലതയുടെ കരച്ചിലുയർന്നു. മുറിയിൽ ലതയുടെ അലറിയുള്ള നിലവിളി കേട്ട് റാംമോഹൻ ഉണർന്നു. പകൽ മുഴുവൻ ഉറക്കമായിരുന്ന റാംമോഹൻ ലതയുടെ കരച്ചിൽ കേട്ട് സുമയെ ഉണർത്തി. തുകിന ഇതൊന്നും കേൾക്കാതെ ഗാഢനിദ്രയിലായിരുന്നു. ലതയുടെ മുറിയിലെത്തി സുമ കണ്ടത് കട്ടിലിൽ നിന്ന് വീണ് കിടക്കുന്ന ലതയെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ചേച്ചി, ഒരു സ്വപ്നം കണ്ടു. അത് ചേച്ചി കേൾക്കണം. എങ്കിലത് ഫലിക്കൂല." "അങ്ങനെ ആര് പറഞ്ഞു?" സുമ ചോദിച്ചു. "അങ്ങനെയാണ് എല്ലാവരും പറയണത്." "എങ്കിൽ നാളെ പറഞ്ഞാൽ പോരെ?" സുമ ചോദിച്ചു. "ചേച്ചി, നാളെ ആകുമ്പോൾ മറന്നുപോകും. ഇത്തിപ്പോരേ ഉള്ളൂ." "എങ്കിൽ പറ." സുമ കേൾക്കാനിരുന്നു. കേട്ട കഥ അതിഭീകരമായി സുമയ്ക്ക് തോന്നി. അവൾ പറഞ്ഞു, "ഇത് ആലോചിച്ച് നീ കണ്ട സ്വപ്നമാണ്. പേടിക്കാനില്ല. സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. ദൈവത്തിനെ വിചാരിച്ച് ഉറങ്ങാൻ നോക്ക് ലതേ." ഒരു കപ്പ് ഐസ് വാട്ടർ അവൾക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ട് സുമ പറഞ്ഞു. ലതയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആഴ്ചകൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സജിയെക്കുറിച്ച് ഓർത്തു. ഒരു കുപ്പി പട്ടച്ചാരായവും കൊണ്ടുവന്ന് ഷാപ്പിൽ കുടിച്ചതിന് പുറമെ വീട്ടിലും ഇരുന്ന് മദ്യപിക്കും. അടുത്തിരുന്ന് ഒരു വാക്കുപോലും അവളോടോ മക്കളോടോ സംസാരിക്കുമായിരുന്നില്ല. എന്തിനാണ് വരുന്നത് എന്ന് പോലും അവൾക്ക് തോന്നി. അയാൾക്ക് പല ഇഷ്ടക്കാരികളുണ്ടെന്നവൾ അറിഞ്ഞു. ആരോടും അത് പറയാതെ അവൾ കരഞ്ഞു. അമ്മ തൊഴിലുറപ്പിന് പോകുന്ന പൈസയിൽ വച്ചുണ്ടാക്കുന്നതിൽ നിന്നും ആഹാരം കഴിച്ചു. അതിൽ കുറ്റം പറഞ്ഞ് ചീത്തയും പറഞ്ഞ് കാലും പരത്തി അയാൾ ഉറങ്ങും. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കലിയാണ് അയാൾക്ക്. ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല, പിന്നെ എന്തിന് ഇവിടെ വന്നെന്നാലോചിച്ചിട്ടും അവൾക്ക് ഉത്തരം കിട്ടിയില്ല. ഓരോന്ന് ചിന്തിച്ചു തന്നെ നേരം പുലർന്നു. കാക്കകളും കിളികളും തീറ്റ തേടി പറന്നു. അവറ്റകളുടെ ചിറകടി ശബ്ദം തുറന്നിട്ട ജനാലയിലൂടെ ലത കേട്ടില്ല. സമയം 7 മണിയായിട്ടും ലത ഉറക്കമായിരുന്നു. സുമ പ്രാതൽ തയ്യാറാക്കി തുകിനയെ ഓഫീസിലയച്ചു. ഭർത്താവിന് പ്രാതലുമായി അവൾ മുറിയിൽ കയറി. റാംമോഹൻ ഉണർന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് റാംമോഹൻ തനിയെ വാഷ് ബേസിൻ വരെ സുമ അടുത്തെത്തും മുന്നേ പ്ലെയിൻ ഗെയിൻ ഇല്ലാതെ നടക്കാൻ ശ്രമിച്ചു. അദ്ദേഹം നടന്നു നീങ്ങി. തട്ടി വീഴാൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സുമ എല്ലാം മാറ്റിയിരുന്നു. നടക്കാൻ അദ്ദേഹം വളരെ വേഗം പ്രാപ്തനായി. സുമ കിച്ചണിൽ നിന്നും വേഗം റാംമോഹനെ മുറിയിൽ വന്ന് അന്വേഷിച്ചു. അയാളെ അവിടെ കണ്ടില്ല. ഭയന്നുപോയ സുമ ഉറക്കെ വിളിച്ചു, "റാമേട്ടാ, റാമേട്ടാ." "എവിടെയാണ്?" വിളി കേട്ട റാം, "ഞാനിവിടെ ഉണ്ട് സുമേ." അവളോ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. തുകിനയുടെ ഫിഷ് ബൗൾ വീഴാതിരിക്കാൻ അതും പിടിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. "എന്തിനാണ് എന്നെ വിളിച്ചുകൂടായിരുന്നോ? താഴെ വീണുടഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും? കാലിൽ ചെരുപ്പില്ല. എന്തിനാണ് ചേട്ടാ ഒറ്റയ്ക്ക് പ്രാക്ടീസിന് ഇറങ്ങി തിരിച്ചത്? പ്ലെയിൻ ഗെയിൻ ഇല്ലാതെ." "അത് വേണ്ടാട്ടോ. ഇനി മറിഞ്ഞുകൂടി വീണാലേ വേഷമായിരിക്കും. ഞാൻ നോക്കിയിരിക്കുമ്പോൾ പ്രാക്ടീസ് ആകാം. പറയുന്നതനുസരിച്ച് വീഴാതെ നടക്കാമല്ലോ." "നിനക്ക് സർപ്രൈസ് തരാൻ കിച്ചണിൽ ചെന്ന് കയറിയതാ. തുകിനയുടെ മുറിയായിപ്പോയി." "അത് സാരമില്ല. ഇതൊക്കെ കൊള്ളാം. എന്നെയോ മോളെയോ വിളിക്കണം."
വിളിച്ചിട്ടാകണം ഈ പരീക്ഷണം. കാണാതെ എവിടെയെങ്കിലും പോയി വീണാൽ കുഴപ്പമാവില്ലേ? തുകിന പോയോ? പോയി. സമയം 10 പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം, സുമ പറഞ്ഞു. നേരത്തെ 2-3 എണ്ണം കഴിച്ചല്ലോ. അത് വേറെയാ. റാംമോഹൻ അത് വാങ്ങി കഴിച്ചുകൊണ്ട് സെറ്റിയിൽ വന്നിരുന്നു. ബ്ലെയിൻ കെയിൻ എടുക്കാൻ പാകത്തിൽ ചാരി വെച്ചു. സുമ അരികത്തായി ഇരുന്നു. റാംമോഹൻ്റെ ഫോൺ റിങ് കേട്ട് സുമ അതെടുത്ത് റാംമോഹന് നൽകി. അത് നിഖിലയുടെ ഭർത്താവ് ശശാങ്കനായിരുന്നു. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലാവില്ല, അയാൾ പറഞ്ഞു. ഞാൻ ഗോവിന്ദൻ്റെ അച്ഛനാണ്. ഇപ്പോൾ മനസ്സിലായോ? അതിന് ഞാനെന്ത് വേണം? റാംമോഹൻ ചോദിച്ചു. അവൾ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. അതിനെന്താ? അതിന് കാരണം നീ പൊട്ടക്കണ്ണനായപ്പോൾ എൻ്റെ കുടുംബം തകർന്നു. ഞാൻ ഒരു സത്യം അല്ലേടാ പറഞ്ഞത്. സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്കൊന്ന് കേൾക്കണ്ടടോ. ഞാൻ കട്ട് ചെയ്യുവാണേ. റാംമോഹൻ ഫോൺ കട്ട് ചെയ്തു. സുമ ചോദിച്ചു. ആരാ? ഗോവിന്ദിൻ്റെ അച്ഛൻ. നിഖില ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു എന്നോ മറ്റോ. അത് എൻ്റെ വിഷയമല്ല. ശശാങ്കൻ്റെ കാര്യം ഞാനെന്തിനറിയണം? എനിക്ക് ഒരു സ്വസ്ഥതയില്ല സുമേ. ഒരു കാര്യം ആലോചിച്ചാൽ ശശാങ്കൻ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. ഇപ്പോൾ അതൊക്കെ ഒന്നൊന്നായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിന്നെ കാണാനാവില്ല. ഇരുട്ടത്ത് തട്ടി വീഴുന്നു. കൈ നടത്താൻ മോൾക്കും കണ്ണില്ലാത്ത കുരുടൻ സഹതാപം നിനക്കും കൂടി വന്നു തുടങ്ങി. നീ ഉണ്ടോ ഉറങ്ങിയോ എന്നൊന്നും എനിക്ക് അറിയില്ല. പത്രം വായിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. ഫോൺ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അതിലുപരി നിങ്ങളുടെ മുഖം എനിക്ക് കാണാനാകുന്നില്ല. നിങ്ങളെ പുറത്തു കൊണ്ടുപോയില്ല ഞാൻ. സിനിമയ്ക്ക് പോലും. രഘുവേട്ടനും പോയി. രഘുവേട്ടനാണ് ഈ ദുരന്തം വരുത്തിയത്. ഞാനും മരിച്ചാൽ മതിയായിരുന്നു. അയാൾ കരഞ്ഞു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടാ? നിങ്ങൾക്ക് കണ്ണുകളായി ഞങ്ങളില്ലേ? ഇതൊരു രോഗാവസ്ഥയാണ്. ഡോക്ടറോട് പറഞ്ഞ് ഏത് രാജ്യത്തായാലും കണ്ണ് തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മോള് പറഞ്ഞു. ഡോക്ടർ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രോഗം എന്ന് കരുതിയാൽ പോരെ? ശുശ്രൂഷിച്ചാൽ ഏത് രോഗവും മാറില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ സങ്കടം വേണ്ട. കുട്ടികളെ പോലെ കരയരുത്. റാംമോഹൻ വാ പൊത്തി കരഞ്ഞു. ഗൾഫിൽ 20 വർഷം പണിയെടുത്തു. പണിക്കാരനായി പണമില്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഒന്ന് പഠിച്ചേനെ നമ്മൾ 3 പേരും. ഇന്ന് നമ്മുടെ വീട്ടുജോലിക്ക് ആളുണ്ട്. നാട്ടിൽ വിലയുണ്ട്. വീടുണ്ട്. കണ്ണുള്ള പലർക്കും ഇല്ലാത്തതൊക്കെ നമുക്കുണ്ടല്ലോ. അതുപോലെ ഇപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. സങ്കടപ്പെട്ടിട്ട് രോഗങ്ങൾ വരുത്താനേ കഴിയൂ. ഇന്നത്തെ ദുഃഖം രാത്രി പോലെ നേരം പുലരുമ്പോൾ ഇരുളു മറയുന്നത് പോലെ നമുക്കുള്ള അവസ്ഥകൾ മാറും. മാധവന്റെ ഭാര്യ അയാളെ കളഞ്ഞു അയൽവാസിയുടെ കൂടെ വന്ന് താമസിക്കുന്നു. അയാൾക്ക് കണ്ണുണ്ട്. സുമയുടെ വർത്തമാനങ്ങൾ കേട്ട് റാംമോഹൻ പൊട്ടിച്ചിരിച്ചു. സുമ പറഞ്ഞു. മതി മതി, ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കണം. എല്ലാം നല്ലതിനെന്ന് കരുതണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഇന്നലെ വരെ സംഭവിച്ചുവോ അതെല്ലാം നാളെ നല്ലതിനായിരിക്കും കേട്ടോ. റാംമോഹൻ ഭാര്യയുടെ തോളിൽ കൈയിട്ടു. നമ്മൾ ഒന്നാണ് ചേട്ടാ. ചേട്ടൻ്റെ കണ്ണാണ് എനിക്കുള്ളതെന്ന് കരുതിയാൽ പോരെ? എന്നാലും റാംമോഹൻ പറഞ്ഞു. ഒരു എന്നാലും ഇല്ല, സുമ പറഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചാലോ? റാംമോഹൻ സുമയോട് പറഞ്ഞു. ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് സുമ കിച്ചണിലെത്തി. ഫ്ലാസ്കിൽ നിന്ന് ചായ പകരുമ്പോൾ ഒരു കരച്ചിൽ ശബ്ദം ലതയുടെ മുറിയിൽ നിന്ന് കേട്ടു. സുമ വാതിൽ മുട്ടി വിളിച്ചു. ലതേ, ലതേ, വാതിൽ തുറന്നേ. എനിക്ക് തുറക്കാൻ കഴിയുന്നില്ല ചേച്ചി. കാലുവേദനയുണ്ട്. സുഖമില്ലാതിരിക്കുന്ന നേരത്ത് വാതിൽ അടച്ചു. സുഖമില്ലാത്ത നേരത്ത് വാതിൽ പൂട്ടിയിട്ടാൽ ഞാൻ എങ്ങനെ തുറക്കും ലതേ? നീ ഒരു കാര്യം ചെയ്യ്. ഈ ചായ കുടിക്ക്. നിന്റെ ബെഡിന്റെ അടുത്തുള്ള ജനാല അടയ്ക്കാൻ പറ്റാത്തത് നന്നായി. അതുവഴി ഞാൻ കൊണ്ടുവന്ന് തരാം. സുമ വീടിന്റെ പുറത്തിറങ്ങി ലതയുടെ മുറിയിലെ ജനാല ഒരു കത്തി കൊണ്ട് തെന്നി തുറന്നു. ചായ അതുവഴി അവൾക്ക് കൊടുത്തു. ലത അതിയായി സന്തോഷിച്ചു. ബെഡിലിരുന്ന് അവൾ ചായ കുടിക്കാൻ തുടങ്ങി. വീണ്ടും സുമ കിച്ചണിലെത്തി ചായ പകർന്നു റാംമോഹന്റെ മുറിയിലെത്തി. അദ്ദേഹം നല്ല ഉറക്കമായിരുന്നു. ചായ മേശപ്പുറത്ത് വച്ചവൾ റാംമോഹനെ നോക്കി. എങ്ങനെ സന്തോഷിച്ച് നടന്ന മനുഷ്യരാണ് ഇപ്പോൾ എന്തുമാത്രം സങ്കടപ്പെടുന്നു എന്ന് ഓർത്തവൾ അതിയായി ദുഃഖിച്ചു. ഇതൊക്കെ താങ്ങാൻ ദൈവം ശക്തി നൽകണേ എന്നവൾ പ്രാർത്ഥിച്ചു. സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും സുമയുടെ മനസ്സിൽ തീ ജ്വലിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു. എന്നെ കാണാനോ മോളെ കാണാനോ ഇനി എൻ്റെ ഭർത്താവിന് കഴിയില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എല്ലാം കണ്ടു നടന്ന വ്യക്തിക്ക് പെട്ടെന്ന് കാണാൻ കഴിയാതെ വന്നാലുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു സാരി ഉടുത്താൽ ഉടനെ അഭിപ്രായം പറയും, നന്നായിട്ടുണ്ട് സുമയെന്ന്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. മോളുടെ വിവാഹം കാണുന്നതെങ്ങനെ? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ മോളുടെ വിവാഹമാണ്. ഞങ്ങൾ കരയുന്നതോ ചിരിക്കുന്നതോ അറിയാൻ കഴിയില്ല.
ഒരു സംഭവങ്ങളും പറയാതെ അറിയാനൊക്കില്ല. വിനു നല്ല പയ്യനാണ്, മനസാക്ഷിയുള്ളവനുമാണ്. അവൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടത്തെ മരുമകനായിട്ട് അവൻ വന്നാൽ അദ്ദേഹത്തിന് വലിയൊരു താങ്ങാവും. ഈ സന്ദർഭത്തിൽ പറയാൻ അവസരമുണ്ടോ? പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചത് കണ്ണില്ലാത്ത ഈ സന്ദർഭത്തിൽ എൻ്റെ തന്നിഷ്ടത്തിന് വിലയില്ല. ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കാരണം കല്യാണമേ വേണ്ടെന്നാണ് അവളുടെ നടപ്പ്. കാത്തിരിക്കാം, ഒന്നും പറയണ്ട, സുമ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. കണ്ണില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവഗണന ഒട്ടും തോന്നാത്ത വിധത്തിൽ പെരുമാറാൻ വളരെ ശ്രദ്ധ വേണം. ഇനി ഏതവസരത്തിൽ ഞാനത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? ഞാനും ഒരു വിധത്തിൽ അന്ധയാണ്. ഞാൻ അന്ധയായി മാറിക്കഴിഞ്ഞു. ഞാൻ മാറിയതല്ല, എൻ്റെ അവസ്ഥകൾ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തുകിന എന്നോട് വഴക്കിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത കുട്ടി എന്നാണ് അവളുടെ ഭാവം. അവളുടെ വിവാഹം നിഷ്പ്രയാസം നടത്തി കൊടുക്കാൻ സാധിക്കും. ശ്രീധരം അവന് വേണ്ട എന്നാണ് നിർബന്ധം. ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, രജിസ്റ്റർ മാരേജായി. അതാണ് അവർക്കിഷ്ടമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസാക്ഷി ഒന്നുണ്ട്. അദ്ദേഹത്തിന് കണ്ണുണ്ടായതിനേക്കാൾ എനിക്കിപ്പോൾ ബഹുമാനമാണ്. ബഹുമാനക്കുറവ് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തോട് സ്നേഹവും കരുതലും ഇഷ്ടക്കൂടുതലും ഉണ്ടെന്നാണ്. ആദരവുണ്ട്, പണ്ടത്തെക്കാളേറെ. എൻ്റെ ജീവൻ്റെ ജീവനാണ് അദ്ദേഹം. അവൾ ഉറങ്ങുന്ന റാമോഹൻ്റെ മുഖത്തേക്ക് നോക്കി. സുമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അദ്ദേഹം ധൃതരാഷ്ട്രരായി, ഞാൻ ഗാന്ധാരിയും. ഗാന്ധാരി കണ്ണുകെട്ടി. ഭർത്താവ് കാണാത്തതൊന്നും കാണണ്ട എന്ന് നിശ്ചയിച്ചുറച്ചു. ഞാനോ ഇന്ന് 4 കണ്ണുണ്ടായതുപോലെ കുടുംബ ചുമതല എൻ്റെ ചുമലിൽ വീണിരിക്കുന്നു. ഞാൻ സാധാരണ വ്യക്തിയാണ്. എൻ്റെ ധൃതരാഷ്ട്രർ എന്നെ ചക്രവർത്തിനിയാക്കാൻ പാടുപെട്ട ദൈവമാണ്. അദ്ദേഹത്തിന് കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4 കണ്ണുകളായി എൻ്റെ ഈ 2 കണ്ണുകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കും. സുമ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ പലതും ആലോചിച്ചും സങ്കടപ്പെട്ടും അവൾ സെറ്റിയിലിരുന്നു. ഗൾഫിൽ തുകിനയെ സ്വപ്നം കണ്ട് ഗോവിന്ദ് ഉറക്കമായി. ഗൾഫിൽ അവന് ധാരാളം ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. എല്ലാവരെയും നല്ല പെരുമാറ്റം കൊണ്ടവൻ സ്വന്തക്കാരാക്കി. ആരെയും വെറുപ്പിക്കാതെ സ്നേഹം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. എല്ലാ വർക്കുകളും വളരെ കൃത്യനിഷ്ഠയോടെ യഥാസമയം ചെയ്തു തീർത്തു. തൻ്റെ ജോലിയുടെ മികവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. തലക്കനം തീരെയില്ലാത്ത പാവത്താനായി അവൻ വിദേശത്ത് ജോലി ചെയ്തു. സ്വന്തക്കാരായ ആരും അടുത്തില്ല എന്ന ഒറ്റപ്പെടൽ അവനില്ലായിരുന്നു. എല്ലാവരോടും സ്നേഹമായി സൗഹൃദം ഉണ്ടാക്കാൻ ഗോവിന്ദിന് സാധിച്ചു. അവന് ഒറ്റയ്ക്കിരിക്കാൻ ഒരിക്കലും അവസരം കിട്ടിയിരുന്നില്ല. ഒരു ഘനശ്രമം നടത്തി അവരിൽ നിന്നും മുഷിവില്ലാതെ സ്വന്തം റൂമിൽ ഒരുവിധം വന്നെത്തി. അവൻ അതിസുന്ദരനായിരുന്നു. അഴകുള്ള മീശ, അഴകുള്ള അനുസരണയില്ലാത്ത തലമുടി. പണക്കാരനും പഠിപ്പുമുള്ള ഒരു ഗർവവും അവനില്ലായിരുന്നു. സ്വയം അഹങ്കരിക്കാത്ത വ്യക്തിത്വം. തുകിനെ നേരിട്ട് കാണാതെ പ്രേമിച്ചവൻ. കണ്ടപ്പോൾ സ്നേഹം ഇരട്ടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ചായ കൊടുത്തതവൻ തനിയെ ഇരുന്ന് ചിരിച്ചു. എന്നെപ്പോലെ അവളും ചിന്തിക്കുന്നുണ്ടാവും, അവൻ ഊഹിച്ചു. അവളില്ലെങ്കിലും അവിടെ അവൻ്റെ പ്രൈവറ്റ് ഡയറിയിൽ അവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഗോവിന്ദ് എന്താണെന്നറിയില്ല, തൻ്റെ ജീവിതത്തിൽ തുകിന ഭാര്യയായി കഴിഞ്ഞു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. എല്ലാ സന്തോഷവും സങ്കടവും അവൻ ആ ഫോട്ടോ നോക്കി പറയാനും തുടങ്ങി. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. വീട്ടിൽ നിന്നും. അവൻ ഫോൺ എടുത്തു. വിശേഷങ്ങൾ എല്ലാം അമ്മ നിഖില പറയുന്ന കൂട്ടത്തിൽ അമ്മ ഡൈവേഴ്സ് ആകാൻ പോകുന്ന കാര്യവും പറഞ്ഞു. ഈ കാര്യം അല്ലെങ്കിലും പല അവസരങ്ങളിലും അച്ഛൻ പല സംഭവങ്ങളും നടത്തിയിട്ടുണ്ട്. അവൻ ഓർത്തു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, നാണംകെട്ട പണിയാകും. അച്ഛനെ പല പണ ഇടപാടുകാരും പിടിച്ചു നിർത്തും. മുത്തശ്ശൻ ഇടപെട്ട് എല്ലാം സോൾവ് ആക്കും. അമ്മയുടെ ക്ഷമ നശിച്ചു കാണും. തുകിനയുടെ ഫോട്ടോയും നെഞ്ചിലടുക്കി അവൻ ഉറക്കമായി. അയാൾ ഉണർന്നു. ഫോൺ ബെൽ കേട്ടു. ഗോവിന്ദ് ഫോൺ എടുത്തു. റാമങ്കളെ, എന്താണ്? അദ്ദേഹം പറഞ്ഞു. നീ അവിടെ ഇരുന്നാലോ? നമുക്ക് എല്ലാത്തിനും തീരുമാനം ഉണ്ടാകണ്ടേ? അച്ഛൻ്റെ ഡൈവേഴ്സ് കാര്യമാണോ അങ്കിളെ? അതല്ല മോനെ, അവളുമായുള്ള വിവാഹം ഉടനെ നടത്താനാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് എപ്പോൾ വരാൻ സാധിക്കും? ഞാൻ എന്ന് വേണമെങ്കിലും വരാം. അങ്കിളാണ് തീരുമാനിക്കേണ്ടത്. അതെയോ? എങ്കിൽ നാളെ തന്നെ പോരൂ. എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം. അധികം ആള് കൂട്ടണ്ട. വിഷമ അവസ്ഥകളല്ലേ അങ്കിളെ? ഒക്കെ ശരിയാക്കാം. ഒരാഴ്ചക്കകം കല്യാണം നടത്താനാ എൻ്റെ പ്ലാൻ. അതാണ് നിന്നോട് ആദ്യം പറഞ്ഞത്. അതിനെന്താ അങ്കിളെ, ഞാൻ വീട്ടിൽ പറയാം. അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. ഓക്കെ മോനെ. ഓക്കെ അങ്കിൾ. റാമോഹൻ ഫോൺ കട്ടാക്കി. ഫ്രണ്ട്സിനോടെല്ലാം യാത്ര പറഞ്ഞ് അയാൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. യാത്ര പുറപ്പെട്ടു. നേരെ വീട്ടിലെത്തി. നടന്ന സംഭവങ്ങൾ അറിഞ്ഞു. മുത്തശ്ശിയും അമ്മയും സഹായിയായ കുഞ്ഞികൃഷ്ണനും വളരെ സന്തോഷിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞാൽ 5-ാമത്തെ ദിവസമാണ് ഏറ്റവും അടുത്ത മുഹൂർത്തം.
അത്ര പെട്ടെന്ന് വേണോ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ, ഗോവിന്ദ് മുത്തശ്ശിയോട് പറഞ്ഞു. റാമങ്കിൾ എന്നോട് വിളിച്ച് ആവശ്യപ്പെട്ടതാണ്. അതല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. അച്ഛനില്ലാത്ത സ്ഥിതിക്ക് ആർഭാടം കുറയ്ക്കാം. ഇത്രയും വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമണ്ഡപത്തിലോ ഓഡിറ്റോറിയത്തിലോ ബുക്ക് ചെയ്യണോ? അവരോട് കൂടെ സൗകര്യം ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാം. അവൻ കുഞ്ഞകൃഷ്ണനെ വിളിച്ചു. നമുക്ക് റാമങ്കിളിൻ്റെ വീട് വരെ പോകാം. റെഡി ആയിക്കോ? കുഞ്ഞകൃഷ്ണൻ കാർ പോർച്ചിൽ നിന്നും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തു. നിഖിലയും റെഡിയായി കാറിൽ കയറി. അതിവേഗം തുകിനയുടെ വീട്ടുമുറ്റത്തെത്തി. വരുന്ന വിവരം അറിഞ്ഞ് തുകിന ഓഫീസിൽ പോയില്ല. അവൾ വളരെ വിനയയായി അവിടെ നിൽക്കുന്നു. അവരെ കണ്ടത് അവൾക്ക് അകത്തേക്ക് ഓടി. പൂമുഖത്തിൽ സുമ ഓടി വന്നു. റാംമോഹൻ സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കാറിലിരുന്നു. ഗോവിന്ദ് പെട്ടെന്ന് ഇറങ്ങി റാംമോഹൻ്റെ അടുത്തിരുന്നു. അങ്കിൾ, ഞാൻ എത്തി. റാംമോഹൻ അവൻ്റെ തലയിൽ തലോടി. നീ എപ്പോഴെത്തി? ഇന്നലെ എത്തി. നന്നായി. ഇനി 5 ദിവസം മാത്രം. സുമ എല്ലാവർക്കും സദ്യ ഒരുക്കാൻ തുടങ്ങി. കിച്ചണിൽ സഹായികളും ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾ നിറയെ ഗോവിന്ദിന് ഇഷ്ടമുണ്ടായിരുന്ന വിഭവങ്ങൾ. ഗോവിന്ദ് സുമയോട് ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കിയോ ആൻറ്റി? മുത്തശ്ശി വന്നു. ഒരു കസേര നീക്കിയിട്ട് അതിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് എനിക്ക് തരൂ. എല്ലാവരും വരട്ടെ മുത്തശ്ശി. ഭക്ഷണം കഴിച്ചിട്ടാകാം എല്ലാം. റാംമോഹൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. തുകിന മാത്രം പുറത്തു വന്നില്ല. നാണിച്ചിരിക്കലാവ് ഗോവിന്ദ് ഊഹിച്ചു. വിവാഹ ദിവസമൊരുങ്ങി. മഹേശ്വരി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. അവരിരുവരും രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. വരണമാല്യം ചാർത്തി. ഗോവിന്ദ് താലിയും കെട്ടി. നല്ല ആൾ തിരക്കായിരുന്നു. വീട്ടിലെത്തിയ തുകിന അതീവ സുന്ദരിയായി അവന് തോന്നി. അവനും അവളും ഓഡിറ്റോറിയത്തിൽ രാജകീയ പ്രൗഢിയിൽ അലങ്കരിച്ച ഇരിപ്പിടത്തിൽ അവരിരുവരെയും മുത്തശ്ശൻ കൊണ്ടുവന്നിരുത്തി. എല്ലാം ഗംഭീരമായി. ആളൊഴിഞ്ഞു. മണവറയിൽ തുകീന കടന്നു വന്നു. ഗോവിന്ദിനെ കണ്ട് അവൾ ചിരിച്ചു. അവളുടെ കയ്യിലെ കപ്പ് അവൻ അവളുടെ കൈയോടെ പിടിച്ചടുപ്പിച്ചു. പാല് കളഞ്ഞു. അയ്യോ, കളഞ്ഞു. വാതിലിൽ മുട്ടുകേട്ട് ഗോവിന്ദ് ചാടി എഴുന്നേറ്റു. നെഞ്ചിലിരുന്ന ഫോട്ടോ തറയിൽ വീണു. അവൻ അതെടുത്തു ഡയറിയിൽ വെച്ചു. രാവിലെ ഭക്ഷണം കൊണ്ട് വന്ന മധുവായിരുന്നു. വല്ലതും കഴിക്കണ്ടേ? ഞാൻ അങ്ങ് വരാമായിരുന്നല്ലോ. ഇനി അങ്ങ് വരണ്ട കേട്ടോ. അവരെല്ലാം വർക്ക് തുടങ്ങി. ഇതൊക്കെ കഴിച്ചിട്ട് സാറ് വന്നാൽ മതി. വല്ലാത്തൊരു സ്വപ്നമാണല്ലോ തുകിനെ. അവൻ മനസ്സിൽ ചിരിച്ചു. ലൗലി സുമയുടെ വീട്ടിലെത്തി. സുമേ, സുമേ, അവർ നീട്ടി വിളിച്ചു. സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. സിറ്റൗട്ടിലെത്തി. അവൾ ലൗലിയെ കണ്ടു. ലൗലി പറഞ്ഞു, അവന് ബോധം വീണു. എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ബോധം തെളിഞ്ഞു. മണിക്കൂറുകളായിട്ടും ചിരിക്കുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആരെയോ തിരക്കുന്നുണ്ട്. ലതയെ ആശുപത്രിയിൽ നിർത്തണം. അതാണ് നല്ലത്. തുണി മുഷിഞ്ഞിട്ടുണ്ട്. 2 ലുങ്കി ഷർട്ടും കൊടുത്തയക്കണം സുമേ. മല പോലെ വന്ന സംഭവം തിര പോലെ അലിഞ്ഞുപോയി. ആ തെമ്മാടി കുടിച്ചിട്ടുണ്ടായിരുന്നു. കാശിന്റെ പുറത്താണ് അവൻ രക്ഷപ്പെട്ടത്. എന്നാലും ലത കേസില്ലാതെ രക്ഷപ്പെട്ടല്ലോ. സുമയും ലൗലിയും തുറന്ന ജനാലയിലൂടെ ലതയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവൾ പതിയെ വാതിൽ തുറന്നു പുറത്തു വന്നു. കാലിലെ മുറിവും ചതവും കൊണ്ട് വേദന മുഖത്തറിയാമായിരുന്നു. ഗുളിക കഴിച്ചില്ലേ? ലൗലി ചോദിച്ചു. ഇല്ല ചേച്ചി. സുമയ്ക്ക് ദേഷ്യം വന്നു. ലതേ, എന്താണ് കഴിക്കാതിരുന്നത്? ഇഞ്ചക്ഷൻ എടുത്തിരുന്നല്ലോ ചേച്ചി. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 4 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. വെള്ളത്തിനൊപ്പം അത് വിഴുങ്ങിക്കൂടായിരുന്നോ? പിന്നെ വെള്ളം എന്ത് ചെയ്തു? കുടിച്ചു ചേച്ചി. സുമയുടെ ഭാവം കണ്ട് അവൾ പറഞ്ഞു. അറിഞ്ഞില്ല ചേച്ചി. നീ എഴുത്തും വായന അറിയില്ലേ നിനക്കില്ലതേ? അറിയില്ല ചേച്ചി. നീ പഠിച്ചിട്ടില്ലേ? തോനെ പഠിച്ചിട്ടില്ല. വണ്ടിയുടെ ബോർഡ് വായിക്കാൻ അറിയാം, അത്ര തന്നെ. എന്നാലും എത്ര വരെ പഠിച്ചു? 4 വരെ. TC വാങ്ങി 5ാം ക്ലാസ്സിൽ പോകാൻ സമയം ആയപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ പഠിപ്പ് നിർത്തി. അമ്മ കുട്ട ചുമക്കാൻ പോകും, കട്ട അടിക്കാൻ പോകും. കൂടെ ഞാനും സഹായിക്കും. ഓല വീടായിരുന്നു. അമ്മ കട്ട ചുമന്ന് എന്നെ വളർത്തി. അമ്മ എനിക്ക് വേണ്ടി 12 വയസ്സായപ്പോൾ കമ്മലും നല്ലൊരു പാവാടയും ബ്ലൗസും വാങ്ങി തന്നു. ലേലച്ചിട്ടികളും പിടിച്ച് അടച്ചുറപ്പുള്ള ചെങ്കട്ട കൊണ്ടുള്ള മുറി ശരിയാക്കി. അങ്ങനെ 2 മുറിയും അടുക്കളയും അമ്മയുടെ അധ്വാനത്തിൽ പണിതു. എനിക്കത് വലിയ വീടാണ്. നിങ്ങൾക്ക് ഇവിടത്തെ ബാത്റൂമിൻ്റെ അത്ര പോലും പകിട്ടില്ല. അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നു. മോള് പഠിക്കുന്നു 5ാം ക്ലാസ്. ഇപ്പോൾ എന്നെ പോലെ അവളുടെ അച്ഛനും വയ്യാതായി. എന്നാലും ദൈവം സഹായിച്ചാൽ എൻ്റെ മോളെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് ആശ. ലത പറഞ്ഞു. സുമയ്ക്ക് വിഷമാവസ്ഥ മനസ്സിലായി. ഇനിയെങ്കിലും വല്ലതും കഴിക്കൂ. എനിക്ക് കഴിക്കണേ ചേച്ചി. എനിക്ക് ഒന്നും തിന്നാൻ തോന്നണില്ല. അതൊക്കെ മാറും. കുറച്ചെന്തെങ്കിലും കഴിക്കണം. വേദന മാറാനുള്ളതും പനി മാറാനുള്ളതും മൂറ് ഉണങ്ങാനുള്ളതും കഴിച്ചാലേ നിനക്ക് സുഖമാകും. 2 ദോശ പിച്ച് വിഴുങ്ങും. ചായയും കുടിച്ചിട്ട് ഗുളികകൾ വിഴുങ്ങണം കേട്ടോ. ശരി ചേച്ചി, ഗദ്ഗതത്തോടെ ലത പറഞ്ഞു. നീ എന്തിനു വിഷമിക്കുന്നില്ല? ലൗലി ചോദിച്ചു. സജിക്ക് ബോധം വന്നു. നിന്നെ അന്വേഷിക്കുന്നുണ്ട്. പഴയ സജിയല്ല. നല്ല മുഖപ്രസാദമുണ്ട് കേട്ടോ.
മദ്യത്തിൻ്റെ ലഹരി വിട്ടിരിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് ആശുപത്രിയിൽ പോകണം. അയാളുടെ തുണികൾ മുഷിഞ്ഞിട്ടുണ്ട്. സുമ കൈലിയും ബനിയനും തന്നാൽ അവിടെ അവരെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. മുഷിഞ്ഞത് നിനക്ക് ഇവിടെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാം കേട്ടോ. നിനക്കും സുഖമില്ലാത്തതല്ലേ? സുമ അതിന് സഹകരിക്കും അല്ലേ സുമേ? ലവ്ലിയുടെ വാക്കുകൾ കേട്ട സുമ പറഞ്ഞു. ഇന്ന് ലതയ്ക്ക് നല്ല കുറവുണ്ടാകുമായിരുന്നു. മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോൾ മരുന്ന് കഴിച്ചുറങ്ങട്ടെ. വൈകുന്നേരം ആശുപത്രിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. സുമയും ചായ കൊടുത്ത ശേഷം ലൗലിയെ അവരുടെ വീട്ടിലയച്ചു. ലത മരുന്നുകൾ ഒന്നൊന്നായി കഴിച്ചു. 5 മണിക്ക് ലൗലി വീട്ടിലെത്തി. തുകിന എത്തും വരെ അവർ കാത്തിരുന്നു. അവൾ വന്നെത്തി. ലൗലിയും സുമയും ലതയും തുകിന ബുക്ക് ചെയ്ത് വരുത്തിയ കാറിൽ കയറി ആശുപത്രിയിലെത്തി. സജി എല്ലാവരെയും കണ്ട് പുഞ്ചിരിച്ചു. ലതയെ കണ്ട് പറഞ്ഞു, അമ്മുക്കുട്ടി വന്നോ? എനിക്ക് സന്തോഷമായി. വാ, അടുത്തിരിക്കൂ, അവൻ പറഞ്ഞു. മുറിവിൽ തൊട്ടുകൊണ്ട് ലത ചോദിച്ചു, സജിയേട്ടൻ നിങ്ങൾക്ക് എന്ത് പറ്റി? കാല് തെറ്റി വീണു. അവിടെ കല്ല് തട്ടി മലർന്നടിച്ച് വീണുപോയി. ഞാൻ അറിഞ്ഞില്ല. അതാണ് ഇത്ര നേരം താമസിച്ചു പോയത്, ലത പറഞ്ഞു. ലത അമ്മുവായി മാറി. ദൂരത്ത് നിന്ന് ലൗലി ചിരിച്ചുകൊണ്ട് സുമയോട് പറഞ്ഞു, നിന്റെ ലത കൊള്ളാം. അവന്റെ ഇഷ്ടക്കാരുത്തിയാവും അമ്മു. കള്ളൻ ലത അവന്റെ മനസ്സിലേ ഇല്ല. പാവം പെണ്ണ്. അവന്റെ മുഷിഞ്ഞ തുണിയെല്ലാം അവൾ എടുത്തു. ഇത് കഴുകി നാളെ കൊണ്ടുവരാൻ ചേട്ടാ. ഞാൻ പോട്ടെ? ഓ, പോയിട്ട് വാ. ശരി ചേട്ടാ. അവൾ വേഗം സുമയോടൊപ്പം നടന്നു. ലൗലി പറഞ്ഞു, അവന് കൂട്ട് എൻ്റെ ഭർത്താവ് നിൽക്കും. നീ പൊയ്ക്കോ, നിനക്ക് വയ്യാത്തതല്ലേ. വീട്ടിലെത്തിയ ലതയെ സുമ സഹായിച്ചു. വസ്ത്രങ്ങൾ കുടഞ്ഞവൾ ഒന്നൊന്നായി വാഷിംഗ് മെഷീനിലിട്ടു. അവൻ്റെ ഷർട്ടിൻ്റെ കൈമടക്കിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റ് തറയിൽ വീണു. അതെടുത്ത് അവൾ തുകിനയെ ഏൽപ്പിച്ചു. അത് വാങ്ങി തുകിന പറഞ്ഞു, ലതേച്ചി, ഇത് ഇന്ന് 3 മണിക്കുള്ളതാണ്. ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഒന്ന് നോക്കുമോളെ. കുറഞ്ഞ പ്രൈസുകളൊന്നും ഇല്ല ചേച്ചി. ഇനി വലിയ പ്രൈസ് നോക്കട്ടെ. 25 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. ചേച്ചി, തുകിന നീട്ടി വിളിച്ചു. ഈ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നു. 25 കോടി. ലതയ്ക്ക് സന്തോഷം തോന്നി. തുകിന ലതയെ കെട്ടിപ്പിടിച്ചു. സുമയും സന്തോഷത്തിൽ പങ്കുചേർന്നു. കുട്ടിച്ചിരികളുടെ ശബ്ദം കേട്ട റാമോഹൻ ബ്ലെയിൻ ഗെയിൻ കയ്യിലെടുത്തു. ചിരിയുടെ ശബ്ദം കേട്ട സ്ഥലത്ത് വന്നെത്തി. സുമ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ടേ. ഓഹോ, എന്താണ് ചിരിക്കുള്ള കാരണം? എനിക്കും ചിരിക്കാമല്ലോ. കേൾക്കട്ടെ, പറയൂ, റാമോഹൻ അവരോടായി ചോദിച്ചു. തുകിന ഓടി റാമോഹന്റെ അടുക്കലെത്തി പറഞ്ഞു, നമ്മുടെ ലത ചേച്ചിക്ക് 25 കോടി ഭാഗ്യക്കുറി സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അതെയോ? അതുകൊണ്ടാണച്ചാ ലത ചേച്ചി ഞങ്ങളും അതിപ്പോൾ അറിഞ്ഞതേ ഉള്ളൂ. ആ സന്തോഷമാണിപ്പോൾ അച്ഛൻ കേട്ടത്. അവളുടെ ഭർത്താവിന് ഇപ്പോൾ എങ്ങനെ ഉണ്ട്? ബോധം തെളിഞ്ഞോ? തെളിഞ്ഞച്ചാ. കുടിച്ചു വീണതാണല്ലേ അച്ഛനെ പോലെ? അദ്ദേഹം ചോദിച്ചു. അച്ഛനെ പോലെ അല്ല, മഹാവഷളനാണ് അയാൾ. മുഴുകുടിയനാണച്ചാ, തുകിന പറഞ്ഞു. മോളെ തുകിനെ, നീ ലതയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ, റാമോഹൻ പറഞ്ഞു. അവൾക്ക് പാൻ കാർഡ് ഉണ്ടാവില്ല, അതെടുത്തു കൊടുക്കണം. സുമയോട് പറഞ്ഞു ലോട്ടറി ടിക്കറ്റിൻ്റെ ബാക്കിൽ അവളെ കൊണ്ട് ഒപ്പിടിയിക്കണം. പേര് എഴുതുന്നിടത്ത് പേര് എഴുതിയിരിക്കണം. സുമയുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അവളെവിടെ? അച്ഛനിവിടെ വന്നപ്പോൾ അച്ഛന് ചായ എടുക്കാൻ പോയിട്ടുണ്ട് അമ്മ കിച്ചണിലേക്ക്. ഇവളുടെ കാര്യം ആരും ഇവിടെ ചായ ചോദിച്ചില്ലല്ലോ. ലോട്ടറിയുടെ 2-3 ഫോട്ടോസ്റ്റാറ്റ് ആയിക്കോട്ടെ, അതെടുക്കണം. ഒരു കോപ്പിയും ലോട്ടറി ടിക്കറ്റും ലതയുടെ കൈവശം കൊടുത്ത് ബാങ്കിൽ ഏൽപ്പിക്കണം. അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. സുമയോട് നീ പറയും. ബാങ്കിൽ പോയി അവളോട് നിർദ്ദേശിക്കുന്നത് നിങ്ങളും പിന്നിൽ നിന്ന് ചെയ്തു കൊടുക്കണം. ഈ പൊട്ടക്കണ്ണനായി എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ആർക്കും ഒരു സഹായവും ചെയ്യാനാവില്ല. എനിക്ക് ഒന്നിനും നിങ്ങൾ അരഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ലത ഭാഗ്യവതിയാണ്. എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുൻ ജന്മ സുഹൃതമാകും അവളെ ഈ ഭാഗ്യത്തിന് ഉടമയാക്കിയത്. സുമ ചായയുമായി എത്തി. റാമോഹൻ പറഞ്ഞു, ലതയ്ക്ക് വേണ്ടി നീയും കൂടെ പോയി ഉത്സാഹിച്ച് എല്ലാം ശരിയാക്കി കൊടുക്കണം കേട്ടോ സുമേ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഭാഗ്യവതിയും ഉണ്ടായി. റാമോഹൻ പെട്ടെന്ന് മൗനമായി. സ്വന്തം കാര്യം ചിന്തിച്ചിട്ടെന്ന പോലെ തല കുമ്പിട്ടിരുന്നു. തുകിന അച്ഛനെ വിളിച്ചു. അച്ഛാ. അയാൾ തല ഉയർത്തി. അവൾ പറഞ്ഞു, തുണി ഇവിടെ അലക്കാൻ കൊണ്ടുവന്നത് നന്നായി. അതാരെങ്കിലും അലക്കാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയില്ലായിരുന്നു. എല്ലാം ദൈവനിശ്ചയമാണ് മോളെ. എൻ്റെ കാഴ്ച ഇല്ലാതായത് വരെ, റാമോഹൻ പറഞ്ഞു. ഇത് കേട്ടു നിന്ന ലത പറഞ്ഞു, ബാങ്കിൽ നിന്ന് രൂപ കിട്ടുമ്പോൾ സാറിൻ്റെ കാഴ്ച വീണ്ടെടുക്കാൻ ദൈവം തന്നതായിരിക്കും അല്ലേ സുമ ചേച്ചി? ലത സുമയോട് ചോദിച്ചു. റാമോഹൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കാഴ്ച
നഷ്ടപ്പെട്ടത് മദ്യദുരന്തത്തിലല്ലേ? കാഴ്ച കിട്ടില്ല, റാംമോഹൻ പറഞ്ഞു. മരിച്ചവർ തിരിച്ചു വരില്ല. എൻ്റെ കാഴ്ച മരിച്ചു, തിരിച്ചു വരില്ല. അതിനാരും ശ്രമിക്കുകയും വേണ്ട. എന്നാലും സുമേ, നമ്മുടെ ലതയ്ക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ തോന്നിയല്ലോ. ഇനി ആ കുട്ടിയോട് വലിയ വാത്സല്യം എനിക്ക് തോന്നുന്നു കേട്ടോ. നിന്റെ മനസ്സിനാണ് മോളെ നിനക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴത് മനസ്സിലായി. റാംമോഹൻ ബ്ലെയിൻ കെയിൻ കയ്യിലെടുത്തു. അതുകൊണ്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സുമ ചോദിച്ചു, മോളെ, നിന്റെ അച്ഛൻ പറയുന്നത് പോലെ കാഴ്ച ഒരിക്കലും കിട്ടില്ലേ? കിട്ടും അമ്മേ. ഡോക്ടർമാർ പറയുന്നത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഉടനെ അതിന് ഫലം ഉണ്ടാവും. പിന്നെ അച്ഛൻ പഴയതുപോലെ എല്ലാം കാണും, പറന്ന് നടക്കും. നന്നായിട്ട് അച്ഛൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അവളുടെ വാക്കുകൾ കേട്ട റാംമോഹൻ നടക്കാത്ത കാര്യം കേട്ടതുപോലെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ നടക്കുമ്പോൾ പറക്കുന്നുണ്ട്, വീഴുന്നു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ സുമേ, എനിക്കിത്തിരി ചായ കൂടെ എടുക്കുമോ സുമേ? എടുക്കാമല്ലോ. സുമ അരികത്തിരുന്ന് ഫ്ലാസ്കിൽ നിന്നും ചായ പാർന്നു. പഞ്ചസാരയ്ക്ക് കിച്ചണിലെത്തി. ലത അവിടെ എത്തി. പതിയെ ചോദിച്ചു, ഉള്ളതാണോ? എനിക്ക് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് ശരിക്കും കിട്ടിയതാണോ ചേച്ചി? അതെ, കിട്ടി. സത്യം? എങ്കിൽ തോനെ രൂപ കാണില്ലേ? കാണും. അവർ ബാങ്കിൽ ആ തുക ആക്കിത്തരും. പിന്നെ പലിശ കിട്ടും. അത് മതി നിനക്ക് ജീവിക്കാൻ. നിന്റെ കഷ്ടപ്പാടൊക്കെ തീർന്നുള്ളതേ. ലത അതിശയിച്ചു. അടുത്ത് കണ്ട കസേരയിൽ അവൾ ഇരുന്നു. സുമ ചായ റാംമോഹന് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി കുടിച്ചു. ബ്ലെയിൻ കെയിൻ കൊണ്ട് തട്ടി വീഴാതെ നിഷ്പ്രയാസം നടക്കാൻ പഠിച്ചു. ലിവിംഗ് റൂമിലെത്തി. എന്നിട്ട് അദ്ദേഹം സുമയോട് പറഞ്ഞു, നീ ലതയെ സൂക്ഷിക്കണം. ലോട്ടറി അവൾക്ക് കിട്ടിയത് നമ്മളല്ലാതെ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല, സുമ പറഞ്ഞു. അറിയിക്കണ്ട. അവളെ അപായപ്പെടുത്തും ചിലർ. പണത്തിനു വേണ്ടി വിഷമപ്പെടുത്തും. പാവങ്ങളല്ലേ അവർ. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് നല്ല ധൈര്യം നീ കൊടുക്കണം. കുറച്ചു കാലം ഇവിടെ നിന്നോട്ടെ. പിന്നെ അവർക്കൊരു സൽക്കാരമൊക്കെ നൽകി പറഞ്ഞു വിട്ടേക്ക്. അവർ സന്തോഷമായി ജീവിച്ചുകൊള്ളും. ലതയെ പറഞ്ഞു വിടാനോ? കോടീശ്വരിയെ തന്നെ നിനക്ക് വേലക്കാരിയായിട്ട് വേണോ സുമേ? അതിമോഹമല്ലേ? ഞാൻ അങ്ങനെ അവളില്ലാതെ ജീവിക്കും, സുമ പറഞ്ഞു. അവൾ മുമ്പേ ഇല്ലായിരുന്നല്ലോ. ഇനി വേലക്കാരി അത്യാവശ്യമെങ്കിൽ വേറൊന്നിന് നമുക്ക് കിട്ടില്ലേ? സുമ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. നിനക്ക് എന്ത് പറ്റി സുമേ? ഒന്നും പറ്റിയിട്ടില്ല. എനിക്കൊരു വിഷമം തോന്നുന്നു. അവളും എനിക്ക് നഷ്ടമായാൽ സഹായത്തിന് ഇത്ര ആത്മാർത്ഥമായിട്ട് ആരെ കിട്ടാനാണ്? അവൾ എനിക്ക് വേലക്കാരി അല്ല. എന്റെ സ്നേഹം മുഴുവൻ അവൾ പിടിച്ചെടുത്തിരിക്കുന്നു. റമേട്ട, അത് ആലോചിക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു. എന്റെ അനുവാദമില്ലാതെ കണ്ണു നിറയുന്നു. റാംമോഹൻ സുമയുടെ കണ്ണുകൾ തപ്പി കണ്ണീരൊഴുകുന്നതറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ കരയാൻ പറഞ്ഞതല്ല. യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ സുമേ? നമ്മുടെ ശമ്പളം വാങ്ങി കുടുംബം നന്നാക്കാൻ വേണ്ടി മാത്രം വന്നവളാണ് ലത. അവളെ ഈശ്വരൻ കോടികളുടെ ഈശ്വരിയാക്കി അനുഗ്രഹിച്ചിരിക്കുന്നു. വീണ്ടും അവളെ വേലക്കാരിയാക്കി നമ്മളിവിടെ നിർത്തുന്നത് ശരിയാണോ? എന്ന് വെറുതെ ഈ പൊട്ടക്കണ്ണൻ റാമേട്ടൻ കഴിവില്ലാതെയായപ്പോൾ മനക്കാഴ്ചയും കാഴ്ചയും ഇല്ലാതായി ഒന്നും പറഞ്ഞു പോയതാണ് സുമേ. നീ വിഷമിക്കണ്ട കേട്ടോ. അദ്ദേഹം അവളെ സമാധാനപ്പെടുത്തി. സുമ കിച്ചണിലെത്തി. ധൈര്യം സംഭരിച്ച് സുമ ലതയുടെ അരികത്ത് ചെന്ന് ചോദിച്ചു, ലതേ, നിനക്ക് കുറവുണ്ടോ മോളെ? നല്ല കുറവുണ്ട് ചേച്ചി. എല്ലാ വേദനകളും കുറഞ്ഞു. നല്ല കുറഞ്ഞിട്ട് നീ പോയാ മതി കേട്ടോ. ഇത് കേട്ട ലത സങ്കടത്തോടെ എഴുന്നേറ്റു. അവൾ സുമയോട് ചോദിച്ചു, ചേച്ചി ചേച്ചി എന്താണ് ചേച്ചി പറഞ്ഞത്? ഞാൻ എവിടെ പോവാൻ? എനിക്ക് ഒരിടത്തും പോണ്ട ചേച്ചി. ചേച്ചി എന്നെ പറഞ്ഞു വിടല്ലേ സുമ ചേച്ചി. സജിയേറ്റൻ എടുത്ത ടിക്കറ്റ് എനിക്ക് ശാപമാകരുത് ചേച്ചി. സജിയേട്ടൻ എടുത്ത ടിക്കറ്റ് ഒരു ശാപമാക്കല്ലേ ചേച്ചി. പൈസ കിട്ടുമെന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇനി എൻ്റെ മോളെ രക്ഷപ്പെടും. ബോധം സജിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടൂലായിരുന്നു. ഞാനും പിള്ളയും കൂട്ടിലടച്ച കിളികളല്ലേ. എൻ്റെ സജിയേട്ടന് കൂട്ടിലിടാനേ അറിയൂ. അതിനെ ഓമനിക്കാനും തീറ്റ കൊടുക്കാനും മനസ്സില്ല. എൻ്റെ പേര് പോലും മാറ്റി വിളിക്കണിപ്പോ. മുമ്പേ അയാൾ എന്നെ മനസ്സിൽ നിന്ന് മാറ്റിയ ആളാണ്. എന്നെ അമ്മൂന്ന് വിളിക്കണത് ചേച്ചി കൂടെ കേട്ടതല്ലേ. നീ അത് പറയണ്ട ആരോടും. അതാണ് ഞാൻ പറഞ്ഞത് ചേച്ചി. എന്നെ പറഞ്ഞു വിടണ്ടാന്ന്. ചേച്ചി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ചേച്ചിക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലേ. നിനക്ക് കിട്ടിയെന്ന് തന്നെ പറയും. നിനക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്ക്. വീട് വയ്ക്കാനുള്ള സ്ഥലം ഞങ്ങൾ നിനക്ക് തരാം. റാമേട്ടൻ ഒന്നും പറയില്ല. എനിക്ക് ഇത് കേട്ടപ്പം തന്നെ സന്തോഷമായി. എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ. പക്ഷേ ലോട്ടറി എനിക്ക് അടിച്ച കാര്യം പറയണ്ട ചേച്ചി. പൈസ കിട്ടാനുള്ള സമയത്ത് എന്തിനു ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞു തരണം ചേച്ചി.
ഞാൻ അതുപോലെ ചെയ്യാം, സുമ സമ്മതിച്ചു. നീ പോകുന്നില്ലെങ്കിൽ നീ ആദ്യം അമ്മയെയും മോളെയും അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. ചേച്ചി കൂടെ വാ ചേച്ചി. രാമേട്ടൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ ലതേ? തുകിന മോള് ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. നമുക്ക് പോയിട്ട് ഉടനെ വരാൻ ചേച്ചി. അവളുടെ ആഗ്രഹപ്രകാരം സുമ ലതയുടെ കൂടെ പോകുവാൻ രാമേട്ടൻ്റെ അനുവാദത്തോടെ പോകാനിറങ്ങി. തുകിന കാർ ബുക്ക് ചെയ്തു കൊടുത്തു. സുമയും ലതയും പാറപ്പുഴ ജംഗ്ഷനിനടുത്ത് എത്തും മുന്നേ ലത പറഞ്ഞു, അതാണ് ചേച്ചി എൻ്റെ വീട്. ആ വീടിൻ്റെ മുറ്റത്ത് കാർ നിർത്തി. വീട് അടഞ്ഞിരുന്നു. വളരെ ശോചനീയമായ കട്ടകെട്ടിയ വീട്. ലത വാതിൽ തട്ടി അമ്മയെ വിളിച്ചു. അമ്മ അമ്മ. ഇരുണ്ട് മങ്ങിയ മുറികളായിരുന്നു. വാതിലുകളും പഴകിയതായിരുന്നു. ലത വാതിൽ തള്ളി തുറന്നു. വാതിൽ പൂട്ടാത്തത് കാരണം അവൾ അകത്ത് കയറി. അവിടെയുള്ള ചെറിയ വെളിച്ചത്തിൽ അവൾ കണ്ടു, അമ്മ അവിടെ കിടക്കുകയാണ്. സുമയുടെ കണ്ണുകൾ അവിടെ പരതി. ലതയുടെ മകളെ കണ്ടില്ല. അമ്മ, എന്തമ്മ, അമ്മയ്ക്ക് സുഖമില്ലേ? ലത അമ്മയുടെ സമീപത്ത് എന്ന് സ്നേഹമോടെ ചോദിച്ചു. കണ്ണു തുറന്ന് അമ്മ അവളോട് ചോദിച്ചു, ശമ്പളം കിട്ടിയോ മോളെ? കിട്ടിയമ്മ. അതാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അടുത്ത് നിന്ന് സുമയെ ചൂണ്ടിക്കാട്ടി ലത പറഞ്ഞു, ഇതാണ് അമ്മ, അവിടത്തെ ചേച്ചി. ലതയുടെ അമ്മ ചോദിച്ചു, നീ ചേച്ചി എന്നാ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കരുത് മോളെ, കൊച്ചമ്മ എന്ന് വിളിച്ചോളണം കേട്ടാ. ലത സുമയെ നോക്കി. സുമ പറഞ്ഞു, എന്നെ അവൾ ചേച്ചി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാണ്. അവർ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു. വരാനിപ്പോൾ പറ്റൂല കൊച്ചമ്മ. നാളെ തൊഴിലുറപ്പിന് പോകണം. കൊച്ചിനും ക്ലാസ് ഉണ്ട്. ജോലി ഉള്ളപ്പം ഞാൻ പോവും. വെറുതെ കാശ് കളയണ്ട. ലതയുടെ അമ്മയുടെ വാക്ക് കേട്ട് ലത സുമയോട് പറഞ്ഞു, ചേച്ചി, നമുക്ക് മോള് വരണവരെ കാത്തിരിക്കേണ്ടി വരും. 3:15 ഇപ്പം. അവളിപ്പോൾ വരും. ചേച്ചി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്റ്റൂൾ നീക്കിയിട്ട് സുമ അതിലിരുന്നു. അവർ ലതയുടെ വീടിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടു. തേക്കാത്ത ചുവര്, ഉപയോഗിക്കാത്ത മൺകലങ്ങൾ, ചട്ടികൾ, അലുമിനിയ കലങ്ങൾ, ഉരുളി മൺചട്ടി, ചിരട്ട ദവികൾ പാളയിൽ ദ്വാരമുണ്ടാക്കി തൂക്കിയിട്ടിട്ടുണ്ട്. അയയിൽ തുണികൾ തളർന്നു കിടക്കുന്നു. നിലത്ത് ഒരു പായ നിവർന്നു കിടപ്പുണ്ട്. പൊട്ടി തുടങ്ങിയ കട്ടിൽ. ഇത്രയും കാലം അവരുടെ ജീവിതം ഇതിലായിരുന്നു. എത്ര അധികം ദയനീയ അവസ്ഥയിലായിരുന്നു എന്ന് സുമ അറിഞ്ഞു. ഈ അവസ്ഥയിൽ പോരാടി നിന്ന അമ്മയും മകളും. സുമയുടെ മനസ്സിൽ ആദരവ് തോന്നി. ലതയുടെ അമ്മ സുമയുടെ മുന്നിൽ വന്നു. 1/4 സെന്റിമീറ്റർ വീതിയുള്ള കറുത്ത കരയുള്ള വെള്ളമുണ്ടും വെള്ള നേരിയതും കറുത്ത ബ്ലൗസും ധരിച്ചിരുന്നു. ശോഷിച്ച അഴകുള്ള ശരീരവും ചിരിയോടെ ആ അമ്മ സുമയുടെ മുന്നിൽ വന്നു. നെറ്റിയിൽ ഭസ്മം തൊട്ടിട്ടുണ്ടായിരുന്നു. സുമ എഴുന്നേൽക്കാൻ ഭാവിച്ചു. അവർ അവരുടെ തഴമ്പിച്ച കൈകൾ കൊണ്ട് സുമയെ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, കൊച്ചമ്മ അവിടെ ഇരുന്നാൽ മതി. അവരുടെ കൈക്കുള്ളിൽ അവളുടെ കൈ പിഞ്ചു കുഞ്ഞു കൈപ്പത്തി പോലെ മനോഹരമായി തോന്നി. ചെറുപ്പത്തിൽ ഞാൻ ഒരു കഷ്ടത അറിഞ്ഞില്ല കൊച്ചമ്മ. പരിപരുത്ത കൈകൾ കൊണ്ട് സുമയുടെ കൈകളെ അമർത്തി തഴുകി. സുമയ്ക്കത് പരിക്കൻ മണൽ വാരി ഉരയ്ക്കും പോലെ തോന്നി. അവർ പതുക്കെ കൈ പിടിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മ എന്നെയും ലതയെപ്പോലെ കണ്ടാ മതി. കൊച്ചമ്മ എന്ന വിളി വേണ്ട. അതുമാത്രം എന്നെ കൊണ്ട് ഒക്കൂല. എൻ്റെ കൊച്ചുമോളുടെ സാറിനെ ടീച്ചറമ്മ എന്നാണ് ഞാൻ വിളിക്കണത്. എൻ്റെ ലത പെണ്ണിന് ശമ്പളം കൊടുക്കുന്നത് നിങ്ങളല്ലേ. അവൾ എന്തൊക്കെ വീട്ടുപണികൾ ചെയ്യുന്നു എനിക്കറിയാം കൊച്ചമ്മ. അവൾക്ക് ഒരു മണ്ണാങ്കട്ടയെ അറിയില്ല. ഈ സൗദ എന്തെല്ലാം പട്ടിണി മാറ്റാൻ പാടുപെട്ടിരിക്കുന്നു. എൻ്റെ പിള്ളയ്ക്ക് ഒരു വീട്ടുപണിയും ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെ പണി കഴിഞ്ഞ് വന്ന ഒരു തേയില വെള്ളം തിളപ്പിക്കും. വാഞ്ചോണ്ട് വന്ന കടയപ്പവും തിന്ന് വെള്ളവും കുടിച്ച് കിടക്കും. ശമ്പളം വളരെ കുറവാണ്. ചാവാതിരിക്കാൻ ജീവിച്ചു കൊച്ചമ്മ. ഒരാഴ്ചയായി പണിക്ക് പോകാതെ നിന്നു. അത് നിങ്ങളുടെ കൃപ കൊണ്ടാണ്. ആ പെണ്ണ് ഒരു വീട്ടുപണിക്കും കൊള്ളൂലാന്ന് എനിക്കറിയാം. എല്ലാം കേട്ട് ലത ശില പോലെ നിന്നു. സുമ എല്ലാം ചിരിയോടെ കേട്ടിരുന്നു. അവർ ലതയുടെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മരുമകൻ ആശുപത്രിയിലാണ്. കുടിച്ചു ബോധമില്ലാതെ വീണു. ലതയുടെ കാലിൽ കല്ലെറിഞ്ഞു. അയ്യോ ഇടി ലത, അതെപ്പോ? അത് 2 ദിവസം ആയമ്മ, ലത പറഞ്ഞു. ആശുപത്രിയിൽ ഞാൻ പോയിരുന്നു. അയാൾക്ക് എന്നെ അറിഞ്ഞൂടാ. അവിടെ ചെന്നപ്പോൾ എന്നെ അമ്മൂന്നാണ് എന്നെ വിളിച്ചത്. ലത സങ്കടപ്പെട്ടു. പറഞ്ഞത് കേട്ട് സൗദാമിനി പറഞ്ഞു, പട്ടിപ്പയല്, വയ്യെങ്കിലും അമ്മൂനെ അവൻ മറന്നില്ല. ലത ചോദിച്ചു, ആരാണമ്മേ അമ്മു? ആരാണെന്ന് നീ അറിയണ്ട, സൗദാമിനി പറഞ്ഞു.
എൻ്റെ കൊച്ചിൻ്റെ അച്ഛനായി പോയില്ലടി മോളെ. അമ്മു ആരോ ആയിക്കോട്ട്, നിനക്ക് പക മനസ്സിലുണ്ടാവണ്ട. അമ്മൂന്നോ ചക്കീന്നോ തുളസീന്നോ ഒക്കെ അവൻ വിളിക്കും. നീ വിളി കേള്, സുഖമാക്കി വിട്. നല്ലത് നീ ചെയ്യടി പെണ്ണേ. അവൻ നിന്നെ ദ്രോഹിക്കുമ്പോഴേ മക്കളെ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവും. അതിനു വേണ്ടിയാണ്. അത് സഹിക്കാൻ വയ്യാതെ നിനക്ക് കരച്ചിലാണ് വരുന്നതെങ്കിൽ നീ ആരും കാണാതെ കരഞ്ഞു തീർക്കണം. അത് ദൈവം കാണും മക്കളെ, കാണാതിരിക്കില്ല. നമ്മളെ ദൈവം സന്തോഷം മാത്രം തരണേ എന്ന് കരച്ചിലിൽ പ്രാർത്ഥിക്കണം. കേട്ടാ മക്കളെ? അത് സുമയും കേട്ടു. അവർ മനസ്സിലോർത്തു, ഈ അമ്മ എൻ്റെയും അമ്മയാണ്. സുമയ്ക്ക് ലതയുടെ അമ്മയെ വളരെ ഇഷ്ടമായി. സുമ വിളിച്ചു, അമ്മേ എനിക്കൊരു തേയില വേണം. തേയില എന്തിനു ചോദിക്കണ്? ഇവിടെ പാല് കാണൂല എന്ന് വിചാരിച്ച കൊച്ചമ്മ? എനിക്കറിയാം, നിങ്ങളെപ്പോലെ ഉള്ളവർ വരുമ്പോൾ മാത്രം ഞാൻ ചായ ഉണ്ടാക്കും. അതിനു വേണ്ടി മാത്രം പാൽപ്പൊടി വാങ്ങി വച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മണമുള്ള ഇളം കാറ്റ് അതുവഴി കടന്നുപോയി. സുമ കണ്ണുകളടച്ച് ആ കാറ്റും മണവും അനുഭവിച്ചു. ലതയുടെ അമ്മ നല്ല പൂവുള്ള ഗ്ലാസ്സിൽ ചായ എടുത്തു. അതിൻ്റെ ചുവട് തോളിലിട്ട നേരിയതിൽ തുടച്ചു ചിരിയോടെ സുമയുടെ കയ്യിൽ കൊടുത്തു. കൊച്ചമ്മ, ഈ പണി തീരാത്ത വീട്ടിൽ നിന്നും ചായ കുടിക്കുമോ എന്ന് പേടിയായിരുന്നു. കാണാൻ ഒരു ചേലില്ലാത്ത വീടല്ലേ? അതൊക്കെ മാറും, സുമ പറഞ്ഞു. എൻ്റെ ലതേ കൊച്ചമ്മ, എൻ്റെ ലതയെ പോലെ സ്നേഹമുള്ള ആളായത് മഹാദേവൻ എൻ്റെ പിള്ളയ്ക്ക് കൊടുത്ത ഭാഗ്യം. എൻ്റെ ഭഗവാൻ പാർവതി ദേവിയെ ഇവിടേക്ക് അയച്ചതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നണത്. എൻ്റെ സങ്കടങ്ങളെല്ലാം മാഞ്ഞതുപോലെ. ചുണ്ടോടടുപ്പിച്ച തേയില കപ്പോടെ തറയിൽ വെച്ച് ആ അമ്മയെ സുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്കിനി എല്ലാ ദുഃഖങ്ങളും ദൈവം മാറ്റിത്തരും. ലതയെപ്പോലെ എന്നെയും കണക്കാക്കിയാൽ മതി. തമാശകൾ പറയില്ല കൊച്ചമ്മ. പിള്ള വരുമ്പോൾ നമുക്ക് പോകാം. ലതേ, കൊച്ചുപിള്ള വരും മുമ്പേ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനിരുന്നതാണ്. നിങ്ങളൊക്കെ വന്നത് കാരണം ഒന്നും വാങ്ങിച്ചു വച്ചില്ല. ലതയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ ഓർത്തത്. ബാഗ് തുറന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും അടപ്പ് തുറന്നത് പുറത്തെടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഇതവൾ ഉണ്ടാക്കിയതല്ല തീർച്ച. ലതേ, ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടാ. അതല്ലേ അമ്മ ഞാൻ അമ്മയും കൊണ്ട് പോണത്. അവിടെ ചെന്നിട്ട് അമ്മ എല്ലാം പഠിച്ചെടുക്കണം. നമുക്ക് അതൊക്കെ കഴിക്കണം അല്ലേ ചേച്ചി? ലത പറഞ്ഞു. കൊച്ചമ്മ എന്ന് വിളിക്കടി. ലത ചേച്ചിയെ കൊച്ചമ്മ എന്ന് വിളിച്ചാൽ ചേച്ചിക്ക് ദേഷ്യം വരും. ചേച്ചിക്കും അതാണ് ഇഷ്ടം. അമ്മ കൊച്ചമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേച്ചിക്ക് ഇപ്പോഴത്തെ സങ്കടം അല്ലേ ചേച്ചി? ലത സുമയോട് ചോദിച്ചു. അതെ, അത് തന്നെ. ഞാൻ നിന്റെ അമ്മയുടെ അമ്മയായതുപോലെ തോന്നുന്നു ലതേ, സൗദാമിനി പറഞ്ഞു. ഒരിക്കലും ഞാഞ്ഞൂല് കൊടുത്താൽ മൂർഖൻ പാമ്പാവൂല. ഞാൻ ഒരു ഞാഞ്ഞൂലാണ്, സൗദാമിനി പറഞ്ഞു. ആരും മൂർഖൻ പാമ്പല്ല, എല്ലാവരും ഞാഞ്ഞൂലല്ലേ അമ്മേ? സുമയുടെ വർത്തമാനം കേട്ട് സൗദാമിനി ചിരിച്ചുപോയി. ലതയുടെ മകളെ കണ്ട് സുമ അതിശയിച്ചുപോയി. തുകിനെ പോലെ. തുകിന കുട്ടിയായിരുന്നപ്പോൾ കണ്ടതുപോലെ വെളുത്തു മെലിഞ്ഞ നല്ല കുട്ടി, നല്ല സൗന്ദര്യം. ചിരിച്ചു കളിച്ച് അവളെത്തി. വന്ന ഉടനെ ബാഗ് വലിച്ചെറിഞ്ഞില്ല. അവിടെ ഒരു നീണ്ട ഒരു ആണിയിൽ അത് തൊടുത്തിയിട്ടു. പുറത്ത് വെള്ള വള്ളിച്ചെരുപ്പ് അപ്പോഴാണ് സുമ കണ്ടത്. പഴകിയ നല്ല വൃത്തിയുള്ള നീല അരപ്പാവാട, വെള്ള ഷർട്ട്, കാലിൽ കൊലുസ്, ചുവന്ന റബ്ബർ വള, ചുവന്ന റിബൺ. തലമുടി മെടഞ്ഞു കെട്ടിയിരിക്കുന്നു. ഐശ്വര്യമുള്ള മുഖം. അവൾ സുമയെ നോക്കി ചിരിച്ചു. സുമ അവളോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ വരുന്നോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്താ? സുമ തിരക്കി. എനിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ക്ലാസ് ടെസ്റ്റ് അല്ലേ, സാരമില്ല, ലത പറഞ്ഞു. നമ്മളെല്ലാവരും പോകുന്നു. മിനിയമ്മയും വരുന്നു. മോളെ, നിന്റെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന്. ഈ കൊച്ചമ്മയുടെ വീട്ടിലാണ് നിന്റെ അമ്മ നിൽക്കണത്. മിനിയമ്മയും കൂടെ പോണാ? നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ കൊച്ചമ്മ വന്നിരിക്കുന്നത്. നീ മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഇരുന്നാലോ? വാ മോളെ പോകാം, സൗദാമിനി പറഞ്ഞു. നല്ല മക്കളല്ലേ, പറഞ്ഞാൽ കേൾക്കണം. നമുക്ക് അച്ഛനെയും കണ്ട് ഈ കൊച്ചമ്മയുടെ വീട്ടിലും പോയി അമ്മയെയും അവിടെ ജോലിക്ക് ആക്കിയിട്ട് തിരികെ വരാം. അവൾ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നോട്ടം സുമയിലെത്തി നിന്നു. മോളുടെ പേരെന്താ? സുമ ചോദിച്ചു. നിത, അവൾ മറുപടി പറഞ്ഞു. നിത മോളെ, ഞാൻ ലീവ് ലെറ്റർ എഴുതി തരാം. ഞാൻ മോളുടെ കൂടെ വന്ന് ടീച്ചറോട് സംസാരിക്കാം. എന്താ? ശരിയെന്ന് നിത തലകുലുക്കി. സുമ വീട്ടിലേക്ക് കാർ ബുക്ക് ചെയ്തു. അതിശയത്തോടെ നിത ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ഇതുപോലൊരു ഫോൺ വേണോ?
വേണ്ട എന്നവൾ തലയാട്ടി. എന്താ വേണ്ടാത്തത്? സുമ ചോദിച്ചു. എനിക്കിഷ്ടമില്ല കൊച്ചമ്മ. മിനിയമ്മ പറഞ്ഞു തന്നോ കൊച്ചമ്മ എന്ന് വിളിക്കാൻ? സുമ ചോദിച്ചു. മിനിയമ്മ അങ്ങനെ വിളിക്കണത് കേട്ട് എൻ്റെ പൊന്നുമോള് അങ്ങനെ വിളിക്കണ്ട കേട്ടോ. ആൻറ്റിന്ന് വിളിച്ചാൽ മതി. ശരി ആൻറ്റി. സൗദാമിനി ഇതെല്ലാം കണ്ട് അഭിമാനത്തോടെ നേരിയതെടുത്ത് കണ്ണുകളൊപ്പി പുഞ്ചിരിയോടെ ലതയെ നോക്കി. ലത റോഡിലേക്ക് നോക്കിയിരുന്നു. ഇനി 200 മീറ്റർ അകലത്ത് നിന്നും നമ്മളെ കൊണ്ടുപോകാൻ കാറ് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ? സുമ മേപ്പ് നിതയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ആൻറ്റിയുടെ ഫോണിൽ എങ്ങനെ കാണുന്നു? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതൊക്കെ ആൻറ്റി പഠിപ്പിച്ചു തരാം. ഒരു ഫോണും നിനക്ക് ആൻറ്റി വാങ്ങിത്തരാം കേട്ടോ. നിതയ്ക്ക് വളരെ സന്തോഷമായി. അവൾ അറിയാതെ നിതയെ സുമ നോക്കിക്കൊണ്ടിരുന്നു. കൈനഖം വെട്ടി വെടിപ്പാക്കിയിട്ടുണ്ട്. നന്നായി പുഞ്ചിരിക്കാൻ നിതയ്ക്ക് നന്നായി കഴിവുണ്ട്. നല്ല ഉത്സാഹമുള്ള കണ്ണുകൾ. പെട്ടെന്ന് നിത സുമയെ നോക്കി. പെട്ടെന്ന് സുമയും നോട്ടം മതിയാക്കി. നിതയ്ക്ക് ഫോൺ കയ്യിൽ കൊടുത്തു. അവളെ കട്ടിലിലിരുത്തി. കാർ വന്നെത്തി. ഫോൺ ഭദ്രമായി പിടിച്ചുകൊണ്ട് മുറ്റത്ത് വന്ന് നിന്ന കാർ അത്ഭുതത്തോടെ അവൾ നോക്കി. നിത ഫോൺ സുമയെ ഏൽപ്പിച്ചു. ആണിയിൽ നിന്നും ബുക്കുകളടങ്ങിയ ബാഗെടുത്ത് തോളിലിട്ടു. സൗദാമിനി കതകടച്ചു പൂട്ടിട്ടു. മിനിയമ്മയുടെ കൈയും പിടിച്ച് നിത കാറിൽ കയറി. പിന്നാലെ ലതയും സുമയും ഡോറടച്ചു. അതിവേഗം കാർ ഓടിക്കൊണ്ടിരുന്നു. കുറേ ദൂരം കഴിഞ്ഞു. ഒരു വലിയ ഗേറ്റിന് മുന്നിൽ ആ കാറ് നിന്നു. നിത ലതയോട് ചോദിച്ചു. അമ്മ, ഇതാണോ അമ്മ നിൽക്കുന്ന വീട്? സുമ നിതയോട് പറഞ്ഞു. ഇതാണ് നമ്മുടെ വീട്. അവർ കാറിൽ നിന്നിറങ്ങി. വീട്ടിൽ തുകന ഉണ്ടായിരുന്നു. ലത ചേച്ചിയുടെ അമ്മയും മോളും വന്നതറിഞ്ഞ് തുകനയ്ക്ക് വളരെ സന്തോഷമായി. നീ എപ്പോൾ വന്നു മോളെ? സുമ തിരക്കി. അമ്മേ, ഞാനിന്ന് ഓഫീസിൽ പോയില്ലല്ലോ. ചായ കുടിച്ചോ? ഇല്ലമ്മേ. സുമ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങി. തുകന പറഞ്ഞു. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അമ്മേ, ഞാൻ ചായ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ലത ചേച്ചിയും അമ്മയും മോളും ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞവൾ അവരെ സെറ്റിയിലിരുത്തി. ലതയുടെ അമ്മ സൗദാമിനി ഇരുന്നില്ല. അവർ തുകനയുടെ പിന്നാലെ കിച്ചണിലെത്തി. തുകനയോട് ചോദിച്ചു. നീ ഇവിടുത്തെ കൊച്ചമ്മയുടെ മോളാണോ? അവൾ പറഞ്ഞു. അല്ല, പിന്നെ ഞാൻ സുമയുടെയും റാമോഹൻ്റെയും മകളാണ്. സൗദാമിനി അന്തം വിട്ടു നിന്നു. തുകന 3 കപ്പ് ചായ ഒഴിച്ചെടുത്തു. ട്രേയിൽ ഒന്നായി എടുത്തു വെച്ചു. കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സൗദാമിനി പറഞ്ഞു. എനിക്കൊരു കപ്പ് ചായ ഇങ്ങ് തന്നിട്ട് പോയാൽ മതി. ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചോളാം കൊച്ചമ്മ മോളെ. അതിനെന്താ, ഒരു കപ്പ് എടുത്തോളൂ, തുകന പറഞ്ഞു. സൗദാമിനി പതിയെ ഒരു കപ്പ് ചായ കയ്യിലെടുത്തു. നല്ല ചായപ്പൊടിയായത് കാരണം നല്ല മണമുള്ള ചായ. ഹാ ഹാ ഹോ ഹാ ഹാവൂ. സൗദാമിനി ആസ്വദിച്ച് ചായ കുടിച്ചു. തുകന ചായയുമായി അമ്മയുടെ അടുക്കലെത്തി പറഞ്ഞു. ലത ചേച്ചിയുടെ അമ്മ എന്നെ കൊച്ചമ്മയുടെ മോളെന്നാണ് വിളിച്ചത്. അമ്മയെ കൊച്ചമ്മ എന്നാണോ വിളിക്കണേ? അവർ എത്ര പറഞ്ഞു നോക്കിയിട്ടും കൊച്ചമ്മ എന്നുള്ള വിളി മാറ്റാൻ തയ്യാറല്ല എന്നാണ് പറയണത്. ലത ചേച്ചി വിളിച്ചൂടെ കൊച്ചമ്മ എന്ന്? കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുജത്തിയല്ലേ കുഞ്ഞമ്മ, കൊച്ചമ്മ എന്നൊക്കെ ആൾക്കാരങ്ങനെ വിളിക്കും. സൗദാമിനി ചായ കുടിച്ച് കപ്പ് കഴുകി വെച്ച ശേഷം ലതയുടെ അടുക്കലെത്തി. അവരുടെ സംഭാഷണം കേട്ട സൗദാമിനി തുകനയ്ക്ക് മറുപടി എന്നോണം പറഞ്ഞു. കൊച്ചമ്മ കുഞ്ഞ് വിഷക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അമ്മ വെള്ളം തരണേ എന്നല്ലേ അവരെല്ലാം പറയണത് അല്ലേ? അതെ. അതിനെന്താ? തുകന ചോദിച്ചു. സ്വന്തം വീട്ടിൽ ഒരു അടുപ്പ് പുകയണമെങ്കിൽ എന്തെങ്കിലും പണി ചെയ്ത് കാശുണ്ടാക്കണം. അത് കൊടുത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. ഭർത്താവുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അയാൾക്കും ചോറ് കിട്ടണം, തുണി അലക്കണം, വീട്ടുവേല ചെയ്ത് വച്ചുണ്ടാക്കി വിളമ്പി ആഴ്ച കഴിഞ്ഞാൽ കണക്ക് പറച്ചിലാണ്, പിന്നെ കരച്ചിലാണ്, അടി വാങ്ങലാണ് ശമ്പളം. വരുമാനമില്ലെങ്കിൽ വീട്ടുവേലയ്ക്ക് ചിലർ പോവില്ല, ചിലർ മാപ്പിള വിടൂല, അവരുടെ വില കുറയുമെന്ന്. അങ്ങനെ പലതുണ്ട് കൊച്ചമ്മ. പിന്നെ എന്തൊക്കെയുണ്ട്? സുമ വീണ്ടും കേൾക്കാനായി ചോദിച്ചു. കൊച്ചമ്മയ്ക്ക് രസം പിടിച്ചു എന്ന് തോന്നണു. ശമ്പളം എന്തിന്? ചേട്ടൻ തരണ്ട സ്നേഹമാണ്, കുടുംബമാണ് എന്ന് കരുതും പാവം പെണ്ണുങ്ങൾ. അവസാനം അവരുടെ മാപ്പിള ചോദിക്കും, ഭർത്താവേ അവൻ ഭീകരനാവും, പിന്നെ എത്ര മിച്ചമുണ്ടടി എന്ന് കഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എന്തിനെന്ന് ചോദിച്ചു പോവും. അപ്പോൾ എഴിക്കാൻ പറ്റാതെ വേച്ചു പോകും. കാരണം അവളുടെ വയറ് കലം പോലെ വീർത്ത് വളരും. അത് കുഞ്ഞായാൽ പിന്നെ പാവപ്പെട്ട പെണ്ണിന് ബലഹീനതയും ആണിന് അധികാരവും വളരും. ജീവിതം വളരെ പാടാണ് കൊച്ചമ്മ. പെൺപിള്ളരെ കെട്ടിച്ചു വിട്ടാൽ ആട്ടും തുപ്പും കേൾക്കണം. വേലയ്ക്ക് വിട്ടാൽ 1 മാസമാകുമ്പോൾ ശമ്പളം കിട്ടും. അത് കൂട്ടി വച്ചാൽ ആ കൊച്ചിൻ്റെ ജീവിതം നന്നാവും.
എന്തിനു കുടുംബം എന്നുപോലെ എനിക്ക് ചിന്തിച്ചു പോണി. സൗദാമിനി ഏങ്ങലടിച്ചു. ചേച്ചി വിഷമിക്കാതെ. കഥ പറഞ്ഞ് കരച്ചിലായോ? എൻ്റെയും കൊച്ചിൻ്റെയും ജീവിതം ഏകദേശം ഇതുപോലെ തന്നെ കൊച്ചമ്മ. അല്ല ചേച്ചി, ചേച്ചിയും മകളും ഈ ലോകത്തിൽ ഭാഗ്യവതികളാണ്. ചേച്ചി ഇനി കരയണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്വപ്നം കണ്ടതുപോലെ ചേച്ചി ഓർമ്മിക്കും. എന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ. എനിക്ക് ഒരു പരാതിയുമില്ല. ചേച്ചി എനിക്കൊരു പേരിട്ടു എന്ന് ഞാൻ വിചാരിച്ചോളാം. രാജമ്മ, പൊന്നമ്മ, റോസമ്മ എന്നൊക്കെ പേരില്ലേ? ചേച്ചി എനിക്കിട്ട പേര് കൊച്ചമ്മ. കൊള്ളാം, സുമ പറഞ്ഞു. ഇത് കേട്ട് സൗദാമിനി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. സുമയുടെ ഫോൺ റിങ് ചെയ്തു. സുമ ഫോൺ എടുത്തു. അമ്മൂനെ കാണണമെന്ന് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സജി. ലതയെ വേഗം ഇങ്ങോട്ട് അയക്കണേ സുമേ. ഞങ്ങൾ 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കേണ്ട താമസമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് എത്താം കേട്ടോ. 9 മണിക്ക് മുമ്പ് വരണേ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് എത്തും. എന്നാൽ ശരി. അവർ ഫോൺ കട്ടാക്കി. നിത മിനിയമ്മയുടെ ആഹാരം കഴിച്ച പാത്രവും ലതയുടെയും പാത്രങ്ങളും അടുക്കി തുകിനയുടെ പാത്രത്തിൽ പിടുത്തമിട്ടു. തുകിന ആ കൈ പിടിച്ചു. അവൾ നിതയോട് ചോദിച്ചു, എന്താണ്? നിത പറഞ്ഞു, കഴുകണ്ടേ? കഴുകണ്ട. നീ കഴുകണ്ട. പിന്നെ ആര് കഴുകും? പാത്രം കഴുകുന്ന ഒരാളുണ്ട്. ഡിഷ് വാഷർ എന്നാണ് അയാളുടെ പേര്. ആരുണ്ടെങ്കിലും തിന്ന പാത്രം കഴുകണം ചേച്ചി, അല്ലെങ്കിൽ മിനിയമ്മയ്ക്ക് ദേഷ്യം വരും. അയ്യോ, എൻ്റെ പാത്രം ഞാൻ കഴുകട്ടെ. തുകിന പാത്രവുമായി ഓടി കിച്ചണിലെത്തി. പ്ലേറ്റുകൾ നിത കഴുകുന്നത് കണ്ട് തുകിന അതിശയത്തോടെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ചേച്ചി പാത്രം കഴുകാറില്ലേ? തുകിനയ്ക്ക് മനസ്സിലായി, ലതയെ പോലെയല്ല, ഓവർ സ്മാർട്ടാണ് അവളെന്ന്. അമ്മ പാത്രം കഴുകിക്കോളും മോളെ, തുകിന പറഞ്ഞു. അയ്യേ, അമ്മയെ കൊണ്ട് നമ്മൾ തിന്ന പാത്രം കഴുകിക്കോ എന്ന് എന്നെ മിനിയമ്മ പോത്തുപോലെ വളർന്നില്ലേ? കഴുകിക്കൂടെ എന്ന് പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, അടുത്തു വരോ? തുകിന നിതയുടെ അടുത്ത് ചെന്നു. ചേച്ചിയുടെ തലയിലാണ് എന്തോ ഒന്ന്. തുകിന തല ചരിച്ച് ചെവി നിതയുടെ അടുക്കലെത്തി. നിത ചെവിയിൽ പറഞ്ഞു, ചേച്ചിയെ ആനയെപ്പോലെ വളർന്നില്ലേ എന്ന് പറയും. പാത്രം കഴുകിക്കൂടെ? അവൾ പെട്ടെന്ന് ഓടി മുറ്റത്തെത്തി. സുമയും സൗദാമിനിയും ലതയും മുറ്റത്തെത്തി. അവർ തുകിനയോട് പറഞ്ഞു, സമയം കുറേയായി, 5:30 തുകിനെ കാർ ബുക്ക് ചെയ്യൂ. സജിയെ കാണിച്ചു കൊടുക്കാം ലതയ്ക്ക്. പെട്ടെന്ന് ഞങ്ങൾ വരാം. നീ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിക്കോ. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയത്തിന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൂ. ശരി അമ്മേ. തുകിന ബുക്ക് ചെയ്ത കാർ വന്നെത്തി. എല്ലാവരും കാറിൽ കയറി. സുമയും കയറി. കാറിലിരുന്ന് മരങ്ങളും വീടുകളും ഓടുന്നത് നിത നോക്കി നിന്നു. പെട്ടെന്ന് കാർ നിന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. സജിയുടെ മുന്നിലെത്തിയ നിത അച്ഛ എന്ന് വിളിച്ചു. അമ്മു, ഇത് ഏതടി കൊച്ച്? അച്ഛ, എന്നെ അറിഞ്ഞൂടെ? സുഖമില്ലാത്തതല്ലേ? അച്ഛൻ ഓർമ്മയില്ല മോളെ, ലത പറഞ്ഞു. ഞാൻ ചെല്ലട്ടെ, അവൻ എന്ത് പറയാണെന്ന് നോക്കട്ടെ. സൗദാമിനി സജിയുടെ മുന്നിലെത്തി. എടാ സജി, നിനക്കിപ്പം കുറവുണ്ടോടാ? സൗദാമിനി ചോദിച്ചു. സജി, അമ്മു, യുവതിയെ ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? ഈ നുണച്ചിത്തള്ളയെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവരെ പോകാൻ പറ. കാളിത്തള്ളയല്ലേ ഇത്? കാളിത്തള്ള നിന്റെ തള്ള. പോടാ വയലെ. പതുക്കെ പറ അമ്മ, ലത അമ്മയോട് പറഞ്ഞു. അമ്മ, ആശുപത്രിയാണ്, രോഗിയെ വഴക്ക് പറയല്ല്, അവർക്ക് ദേഷ്യം വരും. എന്നെ അവൻ കാളിത്തള്ളയായിട്ടാണ് കാണണത്. എന്തരാണ് അമ്മ എൻ്റെ അടുക്ക പറഞ്ഞത്? അതുപോലെയാണ് ഇത്. കാളിത്തള്ള ഒരു പർവ്വതം പോലുള്ള സ്ത്രീയല്ലേടി. ഞാൻ അത്ര തടിച്ചയാണോ പെണ്ണെ? ഈവൻ കള്ളക്കോള് കാണിക്കുകയാണെന്നാണ് എനിക്ക് തോന്നണത്. ശരിക്ക് വയ്യാത്തത് എൻ്റെ അമ്മ. കൊച്ചിനെ പോലെ അയാൾക്ക് അറിയണില്ല. അതാണ് ഞാൻ പറഞ്ഞത് കള്ളക്കോളെന്ന്. കണക്കാക്കിക്കോ. സുമ ലവ്ലിയുടെ അടുത്ത് പോയി. ലതയ്ക്കും കുടുംബത്തിനും താമസിക്കാൻ ലവ്ലിയുടെ അടച്ചിട്ട വീട് വാടകയ്ക്ക് റെഡിയാക്കി അഡ്വാൻസ് കൊടുക്കാൻ ഡേറ്റും നിശ്ചയിച്ചു. ലവ്ലി കയ്യിലിരുന്ന വീടിൻ്റെ താക്കോൽ സുമയ്ക്ക് നൽകി. സുമ അത് ലതയ്ക്ക് കൈമാറി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തിനകം നിങ്ങൾക്ക് വീട്ടിൽ വരാൻ സാധിക്കും. വരുന്നത് ഒരു വാടക വീടാകട്ടെ. ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, സുമ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങളെ കാണാനും വരാം. സുമയുടെ വീടിൻ്റെ അടുത്ത വീടായത് കാരണം ലതയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൗദാമിനി കലി മനസ്സിലടക്കി ആശുപത്രിയിൽ നിന്നു. ലതയ്ക്ക് ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങൾ സൗദാമിനി ചെയ്തു കൊടുത്തു. സജിയെ വാർഡിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. 2 കട്ടിലും മേശയും ഒരു കൊച്ചു അടുക്കളയും അതിലുണ്ടായിരുന്നു. റൂം നമ്പർ 69, ലത പറഞ്ഞു. അമ്മയ്ക്കും എനിക്കും കിടക്കാം. 2 ഡബിൾ കട്ടിലാണ്. തോനെ പൈസ ആയി കാണും, സൗദാമിനി പറഞ്ഞു. ഇവന് എത്ര ദിവസം ഇവിടെ കിടക്കണമെന്ന് നേഴ്സ് വരുമ്പം നീ ചോദിക്കണം കേട്ടാ. ചോദിക്കാം അമ്മ, ലത പറഞ്ഞു. യാത്ര ചെയ്ത് തളർന്ന അവർ ഉറക്കമായി. തുറന്നു കിടന്ന വാതിലിലെത്തിയ നേഴ്സ് ലതയെയും സൗദാമിനിയെയും തട്ടി ഉണർത്തി.
എന്തുറക്കമാണ്. ലത കണ്ണ് തിരിവ് എഴുന്നേറ്റു. സജി എവിടെ? സജി അവിടെ കണ്ടില്ല. സൗദാമിനി പറഞ്ഞു. ഇവിടെ സജി ഉറക്കമായിരുന്നു. കതവ് കുറ്റിയിട്ടിട്ടാണ് ഞാനും കിടന്നത്. ലതയും പറഞ്ഞു. സജിയേട്ടനെ കാണാനില്ല. നേഴ്സിനോട് വിവരം പറഞ്ഞു. സുമയെ വിവരം അറിയിച്ചു. സജിയെ കാണാനില്ല. ലത സങ്കടത്തിലായി. സൗദാമിനി പറഞ്ഞു. വയ്യാതെ കിടന്നവൻ റൂമിൽ നടന്നു വന്നപ്പോഴേ എനിക്ക് തോന്നി അവന് നല്ല കുറവുണ്ടെന്ന്. ഇവൻ ഓടിപ്പോകാൻ കോളെടുത്ത് കിടക്കുകയാണെന്ന്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? നമുക്ക് ഒരു പരാതി എഴുതി കൊടുക്കാം. അവര് കൊണ്ടുവരുമല്ലോ. സൗദാമിനി പറഞ്ഞു. അത് കേട്ട് ലതയ്ക്ക് പേടിയായി. വേണ്ടമ്മ, സജിയേട്ടൻ പുറത്തെവിടെയെങ്കിലും ബീഡി വലിക്കാനോ സോഡ കുടിക്കാനോ പോയി കാണും. 2 ദിവസമായി ഇവിടെ ഒറ്റ കിടപ്പല്ലേ, പോയിട്ട് വരും, ലത പറഞ്ഞു. സൗദാമിനി ചോദിച്ചു. വന്നില്ലെങ്കിൽ സുമച്ചേച്ചി കൂടെ വരട്ടെ? കൊച്ചമ്മയെ എപ്പോഴും പാടുപെടുത്തണോടി? അമ്മ, സുമച്ചേച്ചി നമുക്കൊരു വീട്, അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മോളുടെ TC വാങ്ങാൻ മോളെ കൂട്ടി സജിയേട്ടനെ വീട്ടിലാക്കിയിട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടാണ് ചേച്ചി പോയത്. തന്നെയടി. സൗദാമിനി അന്തം വിട്ടിരുന്നു. സജിയെ എവിടെ ചെന്ന് തിരക്കും? അവർ ഒരു എത്തും പിടിയും കിട്ടാതെ വിഷമിച്ചു. അതേസമയം ഒരു പൊതുസ്ഥലത്ത് രോഗികൾ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് ഒരു പെൺകുട്ടിയെ കണ്ട്, ഇത് എൻ്റെ തുളസിയല്ലേ, നീ എന്തടി മൈൻഡില്ലാതെ നിൽക്കണത് എന്ന് പറഞ്ഞ് സജി ആ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചു. ആ കൊച്ചിൻ്റെ സഹോദരൻ ആ കൈ പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ സജി ഉറക്കെ അലറി വിളിച്ചു. അമ്മുക്കുട്ടി ഓടിവാടി, അമ്മുക്കുട്ടി ഓടിവാടി. ലത സജിയുടെ വിളി കേട്ടു. അമ്മ, സജിയേട്ടൻ്റെ ശബ്ദം. ഉള്ളത് തന്നെ, വെക്കം പോ. അവൻ വല്ലയിടത്തും അടിയും വാങ്ങിച്ച് നിൽക്കണമായിരിക്കും. ഓടിച്ചില്ല, വേഗം പോടി അമ്മു, ലത പറഞ്ഞു. അമ്മയും എന്നെ കളിയാക്കിക്കോ. ലത അവിടം ആകെ നോക്കി. സജിയെ കണ്ടില്ല. റിസപ്ഷൻ കൗണ്ടറിനടുത്തുള്ള ഒരു കസേരയിൽ 2 ആളുകൾ മുഖാമുഖം നോക്കിയിരിപ്പുണ്ട്. ഒരാൾ ഷർട്ട് പിടുത്തമിട്ടു. നിനക്ക് മിണ്ടാട്ട മുട്ടിയോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോടാ? നീ കൈക്ക് പിടിച്ചത് എൻ്റെ അനുജത്തിയാ. നീ എന്താണ് വിചാരിച്ചത്? ലത നടത്തത്തിന് വേഗത കൂട്ടി. അടി കൊള്ളുന്നത് ആരായണമെന്ന് അറിയാൻ ഊഹം തെറ്റിയില്ല. സജിയായിരുന്നു. സജിയെ ഒരാൾ അടിക്കുന്നു. ലത ഉറക്കെ പറഞ്ഞു. സാറേ, അയാളെ അടിക്കല്ലേ, സുഖമില്ലാത്ത ആളാണ്, എൻ്റെ ഭർത്താവാണ്. പരിചിതമായ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ലതയെ കണ്ടവൻ ഞെട്ടി. ലത പറഞ്ഞു. മണികണ്ഠൻ. അപ്പോൾ പേര് മറന്നിട്ടില്ല. അവൻ പിടിവിട്ടു. സജി ലതയെ നോക്കി ചിരിച്ചുകൊണ്ട്. ആരാടി ഇവൻ? ഈ വെട്ടിക്കളിയാണോ നിന്റെ ഭർത്താവ്? നിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം, ലത പറഞ്ഞു. നീ അയാളെ വിട്, എല്ലാം എൻ്റെ വിധി. എൻ്റെ ഭർത്താവിനെ വിട്. ക്ഷമിക്ക്, അയാൾ എന്തെങ്കിലും കന്നം തിരിവ് കാണിച്ചിരിക്കും. അപ്പോൾ അതറിയാം. ഇയാൾ ഒരു കോഴി എന്ത് ഡീസൻറ്റ്, കോഴിയും നാണിച്ചു ഓടുന്ന കോഴി. ഒക്കെ പോട്ട്, സുഖമില്ലാത്ത ആളാണ്. ഞാൻ ഇവിടെ അങ്ങേരുടെ കൂട്ടിന് വന്നതാണ്, പോട്ടെ. അവൾ വേഗം 69-ാം നമ്പർ മുറിക്കകത്ത് കയറുന്നത് അവൻ കണ്ടു. ലതയെ കണ്ടതു മുതൽ അവൻ അസ്വസ്ഥനായി. അവൻ കടൽക്കരയിലെത്തി. പകലിനെ വിഴുങ്ങാൻ കടലെത്തിപ്പിടിക്കുകയാണെന്ന് അവന് തോന്നി. തിരമാല ഉയർന്ന് മണികണ്ഠൻ്റെ പാദം തൊട്ട് തിരികെ പോയി. വീണ്ടും കമ്പളം കുടഞ്ഞ് പുളവുകൾ തീർത്ത് നേർത്ത ചുളിവുകൾ പോലും ഇല്ലാത്ത കിടക്കയിൽ പകലൊന്ന് തലചായ്ച്ചു. ആകാശത്ത് പൊൻവെളിച്ചമാകുന്നു. ചുവര ചുവപ്പും വെള്ളയും കലർന്ന കറുപ്പോടെ മേഘം തെളിഞ്ഞു. ഇരുള് ചുറ്റും പരക്കാൻ തുടങ്ങിയപ്പോൾ കടൽ തീരത്തു നിന്നും മണികണ്ഠൻ എന്ന മണി എഴുന്നേറ്റു. കയ്യിലിരുന്ന മണൽത്തരികൾ ഊർന്നിറങ്ങുന്നത് അവൻ നോക്കി നിന്നു. പലതും ചിന്തിച്ച് നടന്നു. സമയം പോയതറിഞ്ഞതേയില്ല. കഴിഞ്ഞകാല സ്മരണകൾ അവനെ ഒരു കുട്ടിയാക്കി മാറ്റി. താനും ലതയും ഞങ്ങളുടെ അമ്മമാരും തിങ്കൾ മുഖം കടൽക്കരയിലിരുന്ന് മണൽ വാരി കളിച്ചിരുന്ന കാലത്ത് പോയി. കടൽ പെൻസിലിന് അടികൂടുമായിരുന്നു. മണ്ടനായിരുന്നു ഞാനെന്ന് ലത പലപ്പോഴും എന്നെ പറ്റിച്ചിരുന്നു. പച്ചത്തുള്ളൻ മുട്ടയിടുന്നത് പൈസയാണെന്ന് പറഞ്ഞു പറ്റിച്ചു. പച്ചത്തുള്ളനെ 50 പൈസയ്ക്ക് എനിക്ക് വിറ്റു. ഞാനത് നിധി പോലെ സൂക്ഷിച്ചു. പിറ്റേ ദിവസം ഞാൻ പച്ചത്തുള്ളനെ സൂക്ഷിച്ച കൂടിൽ 50 പൈസ കണ്ടു. ഞാൻ തുള്ളിച്ചാടി. അവൾ പറഞ്ഞു, വാങ്ങിച്ച പൈസ മുതലായില്ലേ, ഇനി നീ പണക്കാരനാകും. അവളുടെ കള്ളങ്ങൾ അതിരില്ലായിരുന്നു. പച്ചത്തുള്ളനെ തീറ്റ പച്ചിലകൾ വച്ചു കൊടുത്തു. പക്ഷേ അത് ചത്തുപോയി. അതിനെ ഞാൻ കൊന്നെന്ന് പറഞ്ഞവൾ എന്ത് ബഹളമാണ് ഉണ്ടാക്കിയത്. അത് അവൻ ഓർത്തു. ഇന്നും അവൾ എന്നെ പറ്റിച്ചു. മണികണ്ഠന് 6 അക്ക ശമ്പളമുണ്ട്. ഇന്നും സിംഗിളാണ്. സമ്പാദ്യം ലക്ഷങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ ഒന്നും സാധിച്ചിട്ടില്ല. അയാൾ നിരാശനായി ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നു. അതുവഴി വന്ന ഒരു ബസ്സിൽ കയറി. കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി. അവിടെ ഒരു സിനിമ കാണാൻ കയറി. മുൻസീറ്റിൽ മണികണ്ഠൻ്റെ അമ്മ. അവൻ തൊട്ടു വിളിക്കാൻ
കൈയെടുത്തു. അന്ന് പൊരിയും വാങ്ങി തണൽക്കര ആറിൽ മീനിന് അതൊക്കെ ഇട്ടുകൊടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കും. ക്ഷേത്രത്തിൽ പോയാൽ മടങ്ങി വരുമ്പോൾ എനിക്ക് കുറി തൊടാൻ അമ്മയുടെ കൂടെ നടന്നാലും പ്രസാദം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ അവൾ മടിച്ചിരുന്നില്ല. അമ്മ സൗദാമിനിയെ തറപ്പിച്ചു ഒന്ന് നോക്കും, അത്ര തന്നെ. അവനും സൗദാമിനിയെ കണക്കാക്കാതെ അവളെ കാണുമ്പോൾ കൈ ഉയർത്തി ഞാനിവിടെ ഉണ്ടെന്ന് സ്വന്തം നെഞ്ചിൽ തൊട്ട് നിൽക്കും. എനിക്ക് അവളുടെ അമ്മയെ ഭയമില്ലായിരുന്നു. എന്നാൽ ലതയുടെ അച്ഛൻ കൊമ്പമീശയുള്ള കൊമ്പൻ കേശവനെ എന്തെന്നറിയില്ല ഭയങ്കര പേടിയായിരുന്നു. കൊമ്പൻ മേസ്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലതയുടെ അമ്മയ്ക്കും അയാളെ പേടിയാണ്. വലിയ കർശനക്കാരൻ അച്ഛനായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ മഹാസാധു, മക്കളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന നല്ല മനസ്സിനുടമ. അതുകൊണ്ട് അമ്മ ഞങ്ങളെയും അച്ഛനെയും കളഞ്ഞ് അപ്രത്യക്ഷയായി. അമ്മ പോയപ്പോൾ എൻ്റെ ജീവിതം ഇന്നും ഒറ്റയ്ക്കായി. അനുജത്തിയെ വിവാഹം കഴിപ്പിച്ചയച്ചു. ആ മീശക്കൊമ്പനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ അല്ലേ കെട്ടിച്ചു തരോ എന്ന് ചോദിക്കണത്. ലതയുടെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരു പന്ന മണ്ടനൊരുത്തൻ ഉണ്ടായിരുന്നു. അവനാണ് ലതയുടെ ഭർത്താവെന്ന് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ മണികണ്ഠൻ ഭൂതകാലങ്ങളിൽ കുറച്ചു നേരം ചിലവഴിച്ചു. ലതയുടെ ജീവിതം താറുമാറായല്ലോ എന്ന് കൂടി അറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് നൊമ്പരം കൊണ്ട് നിറഞ്ഞു. അവളുടെ അച്ഛൻ സ്നേഹമില്ലാത്ത കൊമ്പനെന്ന് മനസ്സിലായി. പണിക്ക് കൂലി അധികം കൊടുക്കണ്ടല്ലോ, അതായിരിക്കും ഇവനെ മരുമകനായി ലതയുടെ തലയിൽ കെട്ടിവെച്ചതെന്ന് അവൻ ഊഹിച്ചു. പഠിക്കാൻ മിടുക്കിയല്ലായിരുന്നു ലത, പരീക്ഷകളിൽ പാസ്സാകുമെന്ന് മാത്രം. ഞാൻ നാണക്കേട് കൊണ്ട് നാട് വിട്ടവനാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. എന്നിട്ടും കൂട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് നാടുവിട്ടു. മരണതുല്യം ജീവിച്ചു. അറിഞ്ഞവരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് മരിച്ചാൽ തിരിച്ചു വരാൻ ആവില്ലല്ലോ എന്നോർത്ത് ഞാൻ മാത്രമല്ലല്ലോ ജോലി ചെയ്ത് ഹോസ്റ്റലിൽ പഠിച്ച് ഡിഗ്രികൾ എടുത്തു, M.Ed എടുത്തു. ഭാഗ്യത്തിന് ജോലിയും കിട്ടി. കോളേജ് പ്രൊഫസറാണ് ഇന്നിപ്പോൾ. എല്ലാം എനിക്കുണ്ട്, എന്നാൽ ലത മാത്രമില്ല. ജീവിതം ഒന്നേയുള്ളൂ എന്നെണ്ണി ഉത്തരവാദിത്വ ബോധമുള്ള അച്ഛനെ മറന്ന് ഒരു കള്ളിയെ പോലെ എല്ലാം അടുക്കിയെടുത്തു. കൂട്ടിവെച്ച സമ്പാദ്യവും സ്വർണവും ഞങ്ങളുടെ അഭിമാനവും ആഗ്രഹങ്ങളും എടുത്തുകൊണ്ട് അമ്മ അപ്രത്യക്ഷയായപ്പോൾ ഞങ്ങൾ തലതല്ലി കരഞ്ഞു. എല്ലാവർക്കും അത്താണിയായി അമ്മയുണ്ടാകും, എന്നാൽ ഞങ്ങൾക്കത് ഉണ്ടായില്ല. ഞാനും പോയല്ലോ എന്നോർത്ത് അച്ഛൻ കരഞ്ഞിരുന്നു എന്ന് അനുജത്തി പറഞ്ഞറിഞ്ഞു. ഞാനും അമ്മയെപ്പോലെ വീട് വിട്ടിറങ്ങിയവനാണ്. അമ്മ എന്തിന് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്ന് കാരണം അറിയില്ല. എന്താണെന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ പറട്ട ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ചോദിക്കാമായിരുന്നു. ഒന്നും ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ നീ ആരെന്ന് ചോദിച്ചാലോ? അമ്മമാർ ഇങ്ങനെയായാൽ അച്ഛനും മക്കളും തോൽക്കും. എനിക്കൊന്നും ചോദിക്കണ്ട. സിനിമ കാണുവാനാകാതെ സിനിമാ കഥയെ വെല്ലുന്നതാണ് സ്വന്തം കഥയെന്നോർത്ത് വിഷാദചിത്തനായി മണികണ്ഠൻ നടന്നകന്നു.